نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉംദത്തുൽ അഹ്കാമിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് എടുക്കേണ്ട അധ്യായം കിതാബുൽ ഹജ്ജാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ വിശദീകരിക്കുന്ന ഹദീസുകളാണ് ഈ ഒരു അധ്യായത്തിലുള്ളത്. ഇതിന് കീഴിൽ ഒരുപാട് ഉപ അധ്യായങ്ങളുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട മസലകൾ ചർച്ച ചെയ്യുന്ന ഉപ അധ്യായങ്ങളും ഓരോന്നിനും അതിൻ്റെ കീഴിൽ ഹദീസുകളുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഹദീസുകളിൽ ഉള്ള ഫായിദകൾ പറയുകയും പിന്നീട് അവസാനം കിതാബുൽ ഹജ്ജ് കഴിയുമ്പോൾ ഹജ്ജിൻ്റെ രൂപം ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിക്കുകയും ചെയ്യാം എന്നാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. കാരണം പൊതുവെ ഹദീസ് കിതാബുകളിൽ ഹജ്ജിൻ്റെ എല്ലാ മസ്അലകളും ഒരു പക്ഷേ വരണമെന്നില്ല. കാരണം ഹജ്ജിൻ്റെ ചില മസ്അലകൾ ആയത്തുകളിൽ നിന്നുള്ള തെളിവിൽ നിന്നുള്ളതുണ്ടാകാം, അതുപോലെ തന്നെ സ്വഹാബികളുടെ അമലുകളിൽ നിന്നുള്ളതുണ്ടാകാം. അതുകൊണ്ട് ഫിഖ്ഹിൻ്റെ മറ്റ് മത്തിനിൽ നിന്നും കൂടി എടുത്തുകൊണ്ട് അവസാനം ഹജ്ജിൻ്റെ പൂർണ്ണമായ രൂപം വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തവണ ഹജ്ജ് ഉദ്ദേശിച്ച് തയ്യാറായി അപേക്ഷകൾ സ്വീകരിക്കപ്പെട്ട ആളുകൾക്ക് ആഫിയത്തോടു കൂടി അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യണമെന്ന് അതീവ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന നമ്മെ പോലുള്ള ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വഴി എളുപ്പമാക്കി നൽകുമാറാകട്ടെ. കിതാബുൽ ഹജ്ജ്, ഈ കിതാബ് സഹോദരങ്ങളെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശം എന്നാണ്, ഖസ്ദ് എന്നാണ് അതിൻ്റെ വിഷയം. ഹജ്ജ എന്ന് പറയുന്ന ഭാഷയിൽ അർത്ഥം ഉദ്ദേശം എന്നാണ്. എന്നാൽ ശർഈയായ അർത്ഥം നമുക്കറിയാം. ഹജ്ജിൻ്റെ ശർഈയായ അർത്ഥം അതിൻ്റെ ഇഹ്റാമിൽ പ്രവേശിച്ച് അതിൻ്റെ റുക്നുകൾ, അതായത് തവാഫും സഅയും ഏറ്റവും വലിയ റുക്കനായ അറഫയിൽ നിൽക്കലും എല്ലാം ഉൾക്കൊള്ളുന്ന ആ നിർണിത സമയത്തുള്ള പ്രത്യേകമായ ഇബാദത്തിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിലെ അഞ്ചാമത്തെ റുക്കനാണ് എന്ത്? ദീനുൽ ഇസ്ലാമിലെ അഞ്ചാമത്തെ റുക്കനാണ് ഹജ്ജ്. എന്താണ് അതിനുള്ള തെളിവ്? ആരാണ് പറയുക? ഹജ്ജ് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്, ഇസ്ലാമിൻ്റെ 5 അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളതിന് തെളിവ് ആർക്കാണ് അറിയുക? എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവും. ആരാണ് പറയാ? ആരാണ് പറയാ? ആർക്കും അറിയില്ല. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. 2 ഷഹാദത്തുകളാണ്. 2, വ ഇഖാമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തലാണ്. 3, വ ഈതാഇ അസ്സക. 4, വ സൗമി റമദാൻ. 5, വ ഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജുൽ ബൈത്ത്, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഹജ്ജ് ചെയ്യുക അതിന് സാധിക്കുന്ന ആളുകൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൽ ഈ 5 റുക്കനിൽ അവസാനമായി ഫർളാക്കപ്പെട്ട
റുക്കുനും ഹജ്ജ് തന്നെയാണ്. അത് ഹിജ്റ 9-ാമത്തെ വർഷമാണ്, അതല്ലെങ്കിൽ 10-ാമത്തെ വർഷം മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞുപോയ ആളുകൾക്കൊക്കെ ഹജ്ജുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീഅത്തിൽ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഈ ശരീഅത്തിൽ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയിട്ട് 9-10 വർഷം കഴിയുമ്പോൾ അവസാനമാണ്, ഈ റുക്നുകളിൽ അവസാനമാണ് ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ്. ഇതിന് പണ്ഡിതന്മാർ ചില ഹിക്മത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്രയും വലിയ ശ്രേഷ്ഠതയുള്ള കാബ അവിടെ നേരത്തെയുണ്ട്, കാബ നേരത്തെയുണ്ട്, ഹജ്ജും കഴിഞ്ഞുപോയി, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതൽ ഹജ്ജും ചെയ്തു പോരുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ആദ്യം തന്നെ മക്കയിലുള്ള സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല. മദീനയിൽ എത്തിയ ഉടനെയും ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല. മറിച്ച് അവസാനത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്ര പ്രാവശ്യമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ? എത്ര ചെയ്തിട്ടുണ്ട്? ഒരു പ്രാവശ്യം മാത്രമേ അവിടുന്ന് ഹജ്ജ് ചെയ്തിട്ടുള്ളൂ എന്ന് കാണാൻ സാധിക്കും. അതിന്റെ ഹിക്മത്തായി പറഞ്ഞിട്ടുള്ളത്, മക്കം ഫത്ഹിന് മുമ്പ് ഇതിന്റെ അധികാരം, മക്കയുടെ അധികാരം ആരുടെ കയ്യിലായിരുന്നു? മക്ക മുശ്രിക്കുകളുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. മക്കം ഫത്ഹിന് ശേഷമാണ് മക്കയുടെ അധികാരം, മക്ക ഇസ്ലാമിലേക്ക് വരുന്നത്, ദാറുൽ ഇസ്ലാം ആകുന്നത് എപ്പോഴാണ്? മക്കം ഫത്ഹിന് ശേഷമാണ്. അതുപോലെ തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ശരിയായ രൂപത്തിൽ അവിടെ ഇബാദത്ത് ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. വലിയ പ്രയാസത്തോടു കൂടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ കഴിഞ്ഞുകൂടിയത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹുദൈബിയ സന്ധിയിൽ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇഹ്റാം കെട്ടി പുറപ്പെട്ടതാണ്. പക്ഷെ അവർക്ക് ഉംറ നിർവഹിക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഉപദ്രവിക്കുന്ന, തടയുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത നാടുകളിൽ നിന്നും മുസ്ലിമീങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് അവർക്ക് നിർബന്ധമാണെങ്കിൽ അവർ നിർബന്ധമായും മക്കയിലേക്ക് പുറപ്പെടേണ്ടി വരും. അതാകട്ടെ അവർക്ക് വലിയ പ്രയാസകരമാകുന്ന അവസ്ഥയാണ്. അവിടെ മുസ്ലിമീങ്ങൾക്ക് നല്ല രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ അവർ സമ്മതിക്കുമായിരുന്നില്ല. കാരണം അവരുടെ കയ്യിലാണ് അധികാരമുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യത്താൽ അവസാനത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഖുവത്ത് ഉണ്ടാകുന്ന, മുസ്ലിമീങ്ങൾക്ക് ഫത്ഹ് ഉണ്ടാകുന്ന ആ സമയത്തേക്കാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നിർബന്ധമാക്കിയത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം ഈ ഒരു ഹിക്മത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഹിജ്റ 9-ാമത്തെ വർഷമാണ് എന്നാണ്. വേറെ ചിലർ പറഞ്ഞു അല്ല, ഹിജ്റ 10-ാമത്തെ വർഷമാണ്. ഏത് വർഷമാണ് നിർബന്ധമാക്കിയത് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മൾ 10-ാമത്തെ വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ പിന്നീട് നമുക്ക് അതൊരു ഇഷ്കാലുള്ള വിഷയമേ അല്ല. 10 എന്നുള്ള വിഷയത്തിൽ ഇഷ്കാലില്ല. 9-നുണ്ടോ ഇല്ലേ എന്നുള്ളതിലാണ് ഇഷ്കാലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 10-ാമത്തെ വർഷമാണ് ഹജ്ജ് ചെയ്യുന്നത്. അപ്പൊ ആ വർഷമാണോ നിർബന്ധമാക്കിയത്, അതല്ല അതിന് തൊട്ടു മുമ്പുള്ള വർഷമാണോ നിർബന്ധമാക്കിയത് എന്നാണ് അഭിപ്രായ വ്യത്യാസം. അപ്പോ നമ്മളിത് 9-ലാണ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഇഷ്കാല് അത് എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 9-ന് തന്നെ ചെയ്തില്ല. 9-ാമത്തെ വർഷം തന്നെ ഹിജ്റ 9-ാമത്തെ വർഷം നിർബന്ധമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ അത് 10-നാണ് നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു ആ ഇഷ്കാല് നമുക്കിങ്ങനെ മറുപടി പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 9-ന് ഹജ്ജ് ചെയ്യാതെ 10-ലേക്ക് നീട്ടിവെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, ഹിജ്റ 9-ാമത്തെ വർഷം ആമുൽ വഫ്ദ് എന്നറിയപ്പെടുന്ന വർഷമാണ്. ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന, ഒരുപാട് ഗോത്രങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന വർഷമായിരുന്നു. ഒരുപാട് ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇങ്ങനെ വന്ന് ബൈഅത്ത് ചെയ്യുകയും അങ്ങനെ ഇസ്ലാം ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്ന വർഷമായിരുന്നു അത്. അതുകൊണ്ട് അവിടുന്ന് വലിയ തിരക്കായിരുന്നു. ഹജ്ജിന് ആ വർഷം പോകാൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹിജ്റ 9-നുണ്ടായിരുന്ന ഹജ്ജില് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളോടൊപ്പം മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളും ഹജ്ജിനുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു ഹജ്ജില് മുസ്ലിമീങ്ങളോടൊപ്പം മക്ക മുശ്രിക്കുകൾ കൂടി ആ ഹജ്ജിനുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്യുന്ന ഹജ്ജ് ആ മുശ്രിക്കുകളോടൊപ്പം ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഹിജ്റ 9-ാം വർഷം വിളിച്ചു പറയാൻ അവിടുന്ന് കൽപ്പിച്ചത്, അല്ലാ യഹുജ്ജു ബഅദ ഹാദൽ ആമി മുശ്രിക്, ഈ വർഷത്തിന് ശേഷം ഒരു മുശ്രിക്കിന് ഇവിടെ പ്രവേശനമില്ല, ഹറമിൽ ഒരു മുശ്രിക്കിന് പ്രവേശനമില്ല എന്ന്
വിളിച്ചു പറയുക. അങ്ങനെ ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തവാഫ് ചെയ്യുമ്പോൾ, അവിടുന്ന് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് സ്വഹാബികൾ മുഅ്മിനീങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ഹിക്മത്ത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 9-ാമത്തെ വർഷം ഹജ്ജ് ചെയ്യാതെ 10ലേക്ക് വൈകിപ്പിച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് പ്രത്യേകമായ അമ്ന്, നിർഭയത്വവും അതുപോലെ അല്ലാഹു തആല അതിനൊരു ഹുറുമത്തും ഒരു പവിത്രതയും കൽപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ തന്നെ മനസ്സമാധാനത്തോടുകൂടി പ്രയാസങ്ങളില്ലാതെ തന്നെ ഹജ്ജ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിൽപ്പെട്ടതാണ് അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങൾ, മഹ്ലൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു മുഹ്രിമിനെ സംബന്ധിച്ചിടത്തോളം ആ മക്കയോടുള്ള പവിത്രതയിൽപ്പെട്ടതാണ് അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നതായി കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, ഏതൊരു ഇബാദത്തിലുള്ളതുപോലെ തന്നെയും ഹജ്ജിനും അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഒന്നാമതായി നമ്മൾ ഹദീസുകൾ വായിക്കുന്നതിന് മുമ്പ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷുറൂത്തു അൽ ഹജ്ജാൻ, ഹജ്ജിന്റെ ഷർത്തുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊരു ഇബാദത്തിനും ദീനുൽ ഇസ്ലാമിൽ ഷർത്ത് കൊണ്ടുവന്നത് കാണാൻ സാധിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ഹിക്മത്താണ്. ഒരു കർമ്മത്തിന് ഇന്ന ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഷർത്തുകൾ ഒത്ത ആളുകൾ മാത്രം അത് ചെയ്താൽ മതി എന്നുള്ളതാണ്. ആ ഷർത്ത് എത്താത്ത ആളുകൾക്ക് അത് ചെയ്യേണ്ടതില്ല. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് ഒരാൾക്ക് പ്രായപൂർത്തി എത്തുക, ഒരാൾക്ക് തമീസ് എത്തുക, 7 വയസ്സ് പ്രായമാകുക, വകതിരിവുള്ള പ്രായമാകുക എന്നുള്ളത്. അതിനു മുമ്പ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിസ്കരിക്കുക എന്നുള്ളത് നിസ്കരിക്കുക എന്നുള്ളത് അവനോട് കൽപ്പിക്കുക പോലും വേണ്ടതില്ല. അതുപോലെ ഈ ഹജ്ജിനും അതിൻ്റെതായ ചില നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം, അത് ഒരു ഇന്ദിബാത്തോടുകൂടി കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ നിർവഹിക്കുക എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പൂർത്തിയാക്കിയിട്ടായിരിക്കണം ഓരോരുത്തരും ഹജ്ജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആ നിബന്ധനകൾ എത്താത്ത ആളുകൾക്ക് അള്ളാഹു ഇളവും കൊടുക്കും. ആ നിബന്ധന ഒരാൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ അയാൾ ചെയ്യേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി അതിന് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഹജ്ജിന്റെ നിബന്ധനകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ നിബന്ധന അശ്ശർത്തുൽ അവ്വൽ അൽ ഇസ്ലാമാണ്, മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും സ്വീകരിക്കപ്പെടാനുള്ള പരമപ്രധാനമായ അതിൻ്റെ നിബന്ധനയാണ് ഒരാൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിൽ നിന്നല്ലാതെ ഒരു സൽക്കർമ്മവും സ്വീകരിക്കുകയില്ല. ഇത് നമ്മളെ തൗഹീദിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മിൽ ശിർക്കുണ്ട് എങ്കിൽ, അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും നമ്മുടെ വരമേൽപ്പിക്കലും എല്ലാം പോകുന്നുണ്ട് എങ്കിൽ അള്ളാഹു തആല നമ്മിൽ നിന്നും അമലുകൾ സ്വീകരിക്കുകയില്ല. നമ്മുടെ പേര് എന്ത് തന്നെ ആകട്ടെ, നമ്മുടെ പേര് അബ്ദുള്ള എന്ന് നമ്മൾ പേരിട്ടു, അള്ളാഹുവിന്റെ അടിമ എന്ന് പേരിട്ടു, പക്ഷെ നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടിമകളായി തീരുകയാണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ആളുകളുടെ അടിമകളായി തീരുക? അവർക്ക് ഇബാദത്ത് കൊടുക്കുമ്പോഴാണ്. ചില ആളുകൾ അത് പറയുമ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ്. ഞാൻ അള്ളാഹിന്റെ അടിമയാണെന്ന് അവൻ പറയും, പക്ഷേ അവൻ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും, സഹായം തേടുന്നുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവൻ വേഗം പ്രാർത്ഥിക്കുന്നത് ഇത്തരക്കാരായ ആളുകളോടാണ്. യഥാർത്ഥത്തിൽ അവൻ ആ ആളുകളുടെ അടിമയാണ്, യാതൊരു സംശയം അതിൽ വേണ്ടതില്ല. കാരണം നീ ആർക്കാണോ ഇബാദത്തുകൾ അർപ്പിക്കുന്നത് അത് നിന്റെ മഅബൂദാണ്, നീ ആരാധിക്കുന്ന ആളാണത്. ഞാനത് ഇലാഹാണ് എന്ന് നീ നാവ് കൊണ്ട് പറയണമെന്നില്ല. നീ ആരാധനകൾ നൽകിക്കഴിഞ്ഞാൽ അത് നിന്റെ ഇലാഹായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, നീ അതിൻ്റെ അടിമയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തു തന്നെ പേര് വെച്ചാലും ശരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ അമലുകൾ ഉയരുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് ഹജ്ജിനൊക്കെ പോകുന്ന സമയത്തെങ്കിലും തൗഹീദിന്റെ വിഷയം ശരിക്കു പഠിച്ചു മനസ്സിലാക്കി പോകണം. ഏത് നേരവും നമുക്ക് വേണ്ട കാര്യം തന്നെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. പക്ഷേ ഹജ്ജ് ഒരു ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യുന്ന, പല മനുഷ്യന്മാരും അവസാനത്തിലേക്ക് മാറ്റി വെക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യം ആദ്യം ശരിക്ക് പഠിക്കുക എന്നുള്ളതാണ് ഹജ്ജ് ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ബാധ്യത. കാരണം തൗഹീദ് ഇല്ലാതെ എന്ത് ഹജ്ജ് മുഴുവൻ തൗഹീദിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട
കാര്യമാണ്. ഹജ്ജിന്റെ ഉടനീളം തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദ് ഇത്രമേൽ ഉയർത്തി കാണിച്ച്, അതുകൊണ്ട് തൗഹീദ് കൊണ്ടുള്ള കർമ്മങ്ങൾ, തൗഹീദ് കൊണ്ടുള്ള തൽബിയത്ത് എല്ലാം തൗഹീദിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളാണ് ഹജ്ജിനുള്ളത്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ഓരോ ഹാജിമാരും ആദ്യം തൗഹീദിന്റെ കാര്യം പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെലവാക്കുന്ന 4-5 ലക്ഷമൊക്കെ യാതൊരു ഉപകാരമില്ലാത്ത കാര്യമായി തീരും. മക്കയിലെത്തുന്നു, അവിടെ എത്തിയാൽ അവർ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? വളരെ തെറ്റായ ധാരണകളിലൂടെയാണ് പലരും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളെയും സമീപിക്കുന്നത്. അവരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒരുപാട് അത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാരെയും കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്തിന് നേർവഴി പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ സമ്പത്തും ദീനും ഒക്കെ ചൂഷണം ചെയ്തിട്ട് ഹജ്ജിന് കൊണ്ടുപോയിട്ട് ഷിർക്കായ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയാണ്. മസ്ജിദുൻ നബവിയിലെത്തിയിട്ട്, മദീനയിലെത്തിയിട്ട് ഹജ്ജൊക്കെ ചെയ്ത് ഉംറയൊക്കെ ചെയ്ത് സാധുക്കളെ കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട്, അതിന് മുകളിൽ പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞ് ആരോ ഉണ്ടാക്കിയ ഒരു കുബ്ബയുണ്ട്. ആ കുബ്ബയിലേക്ക് ആദരപൂർവ്വം തിരിഞ്ഞിട്ട്, യാ റസൂലല്ലാഹ്, ഞങ്ങളെ കാണുന്നില്ലേ? ഞങ്ങളത് ഹജ്ജൊക്കെ കഴിഞ്ഞ് മദീനയിലെത്തി തിരിച്ചു നാട്ടിലേക്ക് പോകാൻ പോവുകയാണ് റസൂലെ, നീ കാണുന്നില്ലേ? ഞങ്ങളെ പ്രയാസങ്ങൾ ഈ ബാക്കിയുണ്ട്, നീ പരിഹരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സഹോദരങ്ങൾ ആ ചെയ്ത ഹജ്ജും ഉംറയൊക്കെ അവിടെ തന്നെ ബാത്തിലാക്കി പോകുന്ന അവസ്ഥ നമുക്ക് നേർക്കാഴ്ചയാണ്. പലപ്പോഴും അവിടുത്തെ ഗവൺമെന്റിന്റെ ശക്തമായ ഇടപെടൽ കാരണത്താൽ ഇവർക്ക് ഇത് പ്രകടമാക്കാൻ സാധിക്കില്ല എങ്കിലും ഈ മുസ്ലിയാക്കന്മാർ ഒളിച്ചു നിന്നുകൊണ്ട്, വളരെയധികം ദൂരെ നിന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് നമുക്ക് നേർക്ക് നേരെ കേൾക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. അതിൽ പലർക്കും സാധുക്കളായി കൂടെ പോകുന്ന ആളുകൾക്ക് ഇതറിയില്ല. ഇവര് സാധുക്കൾ വിചാരിച്ചിരിക്കുന്നത് ഹജ്ജൊക്കെ കഴിഞ്ഞാൽ മദീനയിലേക്ക് എത്തുക എന്നുള്ളത് ഹജ്ജിന്റെ ഒരു ഭാഗമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയി റസൂലിനോട് പ്രാർത്ഥിക്കലാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഹജ്ജിനെ ബാത്തിലാക്കി കളയുന്നവരുണ്ട്. അതുകൊണ്ട് ഹജ്ജിന്റെ പാഠം പഠിക്കുന്നതിന് മുമ്പ്, ഹജ്ജിന്റെ മസല പഠിക്കുന്നതിന് മുമ്പ്, ഹജ്ജിന്റെ ഇഹ്റാം തുണി വാങ്ങുന്നതിന് മുമ്പ് ആദ്യം തൗഹീദ് പഠിക്കണം, തൗഹീദ് ശരിയാക്കണം. കാരണം ഇതെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ നിന്റെ ഹജ്ജോ നിന്റെ മറ്റു കർമ്മങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ ഏറ്റവും സമ്പൂജനായി റബ്ബിന്റെ അടുക്കലേക്ക് വളരെയധികം പരിതാപകരമായ അവസ്ഥയിലേക്ക് മടങ്ങേണ്ടി വരും. അതുകൊണ്ട് തൗഹീദ് ആദ്യം പഠിക്കുക. എന്താണ് തൗഹീദ് എന്ന് പഠിക്കുക. ഈ കാണുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഒന്നാമത്തെ നിബന്ധന സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഷർത്തുൽ അവ്വൽ അൽ ഇസ്ലാം, ഇസ്ലാമാണ്. ഇനി അവിടെ ചില ചോദ്യങ്ങൾ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരു വ്യക്തി മുസ്ലിമായി ഹജ്ജ് നിർവഹിച്ചു, പിന്നീട് അവൻ മുർത്തദ്ദായി പോയി എന്ന് വിചാരിക്കുക. മുർത്തദ്ദായി പോകുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു. അതിൽപ്പെട്ടതാണ് നിസ്കാരം എന്നേക്കുമായി ഉപേക്ഷിക്കുക എന്നുള്ളത്, ദീനിനെ പരിഹസിക്കുക. ഇതൊക്കെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഫഹൽ യബ്തുലു ഹജ്ജുഹു അല്ലദീ സബഖ ഔ ലാ യബ്തുൽ. ഇങ്ങനെ ദീനിനെ പരിഹസിച്ചാൽ, അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അതേപോലെയുള്ള ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ നേരത്തെ ചെയ്തു പോയ ഹജ്ജൊക്കെ ബാത്തിലാകുമോ എന്നാണ് അദ്ദേഹം പറയുന്നു. ഫി ഹാദ തഫ്സീൽ, ഇതിനൊരു വിശദീകരണമുണ്ട്. ഫൈൻ ആദ ഇലൽ ഇസ്ലാമി ലം യബ്തുൽ വഇൻ മാത അലൽ കുഫ്രി ബതൽ. ഒരാള് ദീനുൽ ഇസ്ലാമിലായി ഹജ്ജ് ചെയ്തു, അവൻ മുർത്തദ്ദായി, ദീനിന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടായി. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരാൾ ഉണ്ടായി പിന്നീട് ഇസ്ലാമിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അവന് ബാത്തിലാവുകയില്ല. അഥവാ അവൻ പിന്നെയും പൈസ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നർത്ഥം. നേരത്തെ ഹജ്ജ് മതി. പക്ഷെ അവൻ അതോടുകൂടി മരിച്ചു പോവുകയാണെങ്കിൽ അവന്റെ എല്ലാ അമലുകളും ബാത്തിലാണ്. എന്താണ് ഇതിനുള്ള തെളിവ്? സൂറത്തുൽ ബഖറയിൽ 217 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യർതദിദ് മിൻകും അൻ ദീനി, ആരെങ്കിലും നിങ്ങളിൽ നിന്നും ദീനിൽ നിന്നും മതപരിത്യാഗം സംഭവിച്ചു, മുർത്തദ്ദായി പോയാൽ, ഫയമുത്, അങ്ങനെ അവൻ മരിക്കുകയും ചെയ്തു, വഹുവ കാഫിർ, അവൻ നിഷേധിയായിക്കൊണ്ടാണ് മരിച്ചതെങ്കിൽ, ഫഉലൈക ഹബിതത് അഅമാലുഹും ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന്റെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞുപോയി. വഉലൈക അസ്ഹാബുന്നാർ, അവർ നരകക്കാരാണ്. ഹും ഫീഹാ ഖാലിദൂൻ, ശാശ്വതരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫയമുത് വഹുവ കാഫിർ, കാഫിറായി മരണപ്പെട്ടാലാണ് എന്ത് പറയുന്നത്, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മരിക്കുന്നതിന് മുമ്പായിട്ട് മുസ്ലിമായി മാറിയിട്ടുണ്ട് എങ്കിൽ അവന്റെ പഴയ ഹജ്ജ് ഉൾപ്പെടെയുള്ള അമലുകൾ അത് അവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ചിലർ, വേറൊരു ചോദ്യം അദ്ദേഹം പറയുന്നു, ഒരാൾ ഇതേപോലെ ഹജ്ജൊക്കെ ചെയ്തു, പിന്നീട് അവൻ നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത, ആ രൂപത്തിലുള്ള മടിയനായി, നിസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലായി, തെമ്മാടിയായി ഒക്കെ മാറി. പണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പിന്നീട് അവന്റെ അവസ്ഥ വളരെ മോശമായി, ദീനില്ലാത്ത അവസ്ഥയിലായി. പിന്നീട് ഹിദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
അവൻ വീണ്ടും ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ, അവൻ്റെ പഴയ ഹജ്ജ് ബാത്തിലായി പോകുമോ എന്നാണ്. അവിടെ സമാനമായ ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ബാത്തിലല്ല, കാരണം അവൻ ഇസ്ലാമിലേക്ക് മടങ്ങി വന്നു. മുഴുവൻ അമലുകളും ബാത്തിലായി പോകുക എന്ന് പറഞ്ഞാൽ അത് കാഫിറായിക്കൊണ്ട് അവൻ അങ്ങനെ തന്നെ മരണപ്പെട്ടു പോയാലാണ്. അതല്ല എങ്കിൽ അവൻ്റെ ഹജ്ജ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് എന്നാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ നിബന്ധന ഷർതു സാനി അൽ അഖ്ൽ, ബുദ്ധി ഉണ്ടായിരിക്കുക എന്നാണ്. ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിപരീതം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ വിപരീതം ളിദ്ദുഹു അൽ മജ്നൂൻ, ഭ്രാന്തൻ എന്നാണ് അതിന്റെ വിപരീതം. ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഭ്രാന്തുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം മാത്രമല്ല, ദീനുൽ ഇസ്ലാമിലെ ഒരു കർമ്മവും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നിബന്ധനയാക്കിയിട്ടില്ല. അത് അവന്റെ കയ്യിൽ ധാരാളക്കണക്കിന് പണമുണ്ടെങ്കിൽ പോലും. ഇപ്പൊ ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി, അയാളുടെ ഉപ്പ മരണപ്പെട്ടു, അയാൾക്ക് ഒരുപാട് അനന്തരം കിട്ടി, ലക്ഷക്കണക്കിന് സ്വത്ത് അയാൾക്ക് കിട്ടി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ ഭ്രാന്തനായ വ്യക്തി മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാളുടെ ഉപ്പ മരണപ്പെട്ടു, അനന്തരം കിട്ടി. ഭ്രാന്തനായ വ്യക്തി എന്നിട്ട് അയാളും മരണപ്പെട്ടു. എങ്കിൽ ഈ മരണപ്പെട്ടതിന് ശേഷം ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാളുടെ പണം ഉപയോഗിച്ച് ആരും ഹജ്ജ് പോലും ചെയ്യേണ്ടതില്ല. എന്തുകൊണ്ട്? കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇയാൾക്ക് നിർബന്ധമാക്കിയിട്ടേ ഇല്ല, അയാൾക്ക് തക്കല്ലുഫില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി അയാളുടെ സമ്പത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് ഹജ്ജ് ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഭ്രാന്തനായ ആ വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് സഹോദരങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ മക്കളുണ്ടാകും, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ ഉണ്ടാകാം, ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇവർക്ക് അതിൽ നിന്ന് അനന്തരം കിട്ടും. അപ്പൊ അവർക്ക് വേണ്ടി നിർബന്ധമായ ഹജ്ജ് ആരും ചെയ്യേണ്ടതില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്, ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ബാധ്യതകൾക്കുള്ള കാര്യം അവന് ചെയ്യണം. ഉദാഹരണത്തിന് അയാളുടെ ഒരുപാട് സ്വത്തുണ്ട് എങ്കിൽ അയാളുടെ കാര്യം നോക്കുന്ന ഒരാളുണ്ടാകുമല്ലോ. ഭ്രാന്തനായ ഈ വ്യക്തിയുടെ കാര്യം നോക്കുന്ന, ബുദ്ധി വൈകല്യമുള്ള ഈ വ്യക്തിയുടെ കാര്യം നോക്കുന്ന ആളുണ്ടാകും. അയാളുടെ സാമ്പത്തികമായ ബാധ്യതകൾ അഥവാ സക്കാത്ത് അത് കൊടുത്തു വിട്ടേണ്ടതുണ്ട്. അയാളുടെ ഒരുപാട് സ്വത്തുണ്ടാകും. ആ സ്വത്ത് കണക്ക് കൂട്ടിയിട്ട് അയാളുടെ സക്കാത്ത് ആര് കൊടുത്തു വിട്ടണം? അയാളെ കാര്യം നോക്കുന്ന സഹോദരനോ ആരാണോ കാര്യം നോക്കുന്നത് അവരത് കൊടുത്തു വിട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയാൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ബാധ്യത മറ്റൊരാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യണം? ബാക്കിയുള്ള ആൾ കൊടുത്തു വിട്ടണം. ദമാനുണ്ട്. ഭ്രാന്തനായ വ്യക്തി ഉദാഹരണത്തിന് ഒരുത്തൻ്റെ കാറ് തല്ലി പൊളിച്ചു. അപ്പോൾ അയാൾ തക്കല്ലുഫില്ലാത്ത മനുഷ്യനല്ലേ, അപ്പോൾ അയാൾക്ക് പുറത്തു കൊടുത്തേക്ക് അതിനൊന്നും ചെയ്യേണ്ടതില്ല എന്നല്ല. മറിച്ച് ഇയാളുടെ വലിയ ആയിട്ടുള്ളത് ആരാണോ അയാൾക്ക് ഇയാളുടെ സമ്പത്തിൽ നിന്നും എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ശരിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമം. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം മറ്റ് കർമ്മങ്ങളൊന്നും തന്നെ ബാധ്യതയില്ല എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ നിബന്ധന ഷർതു സാലിസ് അൽ ബുലൂഗ്. മൂന്നാമത്തെ നിബന്ധന അൽ ബുലൂഗ്, പ്രായപൂർത്തിയെത്തുക എന്നുള്ളതാണ്. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ഹജ്ജില്ല. പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജില്ല. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഷർത്തു സിഹ അല്ല. കാരണം ഷർത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഷർത്ത് നിബന്ധന രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഷർത്തു സിഹ എന്ന് പറയും, ശരിയാകാനുള്ള നിബന്ധന എന്ന് പറയും. അക്കലൊക്കെ അങ്ങനെയാണ്, ശരിയാകാനുള്ള നിബന്ധനയാണ്. അക്കലില്ലാണ്ട് ഒരാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇസ്ലാം ഇല്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, സിഹയാണ്. എന്നാൽ ബുലൂഗ് എന്ന് പറയുന്നത് ഷർത്തു സിഹ അല്ല. ബുലൂഗ് എത്തുന്നതിന് മുമ്പ് ഒരാൾ ഹജ്ജ് ചെയ്താലും ഹജ്ജ് സ്വീകരിക്കപ്പെടും. ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ല, അവൻ ഹജ്ജ് ചെയ്താലും ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം സ്വീകരിക്കപ്പെടും. അതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്കായിരിക്കും. അവന്റെ ഹജ്ജത്തുൽ ഇസ്ലാം പക്ഷെ അവിടെ പൂർത്തിയാകുന്നില്ല. അത് പ്രായപൂർത്തി എത്തിയതിന് ശേഷം ചെയ്യണം. 10 വയസ്സുള്ള കുട്ടിയൊക്കെ ആൾക്കാരെ ഹജ്ജിന് കൊണ്ടുപോകാറുണ്ട് അല്ലെ. അങ്ങനെ ഹജ്ജിന് കൊണ്ടുപോയാൽ ഇഹ്റാമൊക്കെ കെട്ടിച്ച് അവനെ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. എന്നിരുന്നാലും പ്രായപൂർത്തി എത്തിയതിന് ശേഷം എന്ത് ചെയ്യണം? അവന്റെ ഹജ്ജ് അവൻ ചെയ്യണം. കാരണം അവന്റെ വാജിബ് അവിടെ പൂർത്തിയാകുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാജിബ് ആകുന്നുമില്ല. 10 വയസ്സുള്ള കുട്ടിക്ക് എന്ത് ചെയ്യേണ്ടതില്ല? അവനെ ഹജ്ജിന് കൊണ്ടുപോകേണ്ടതില്ല, അവന് വാജിബായിട്ടില്ല. ഇപ്പൊ അമ്മ ഹജ്ജിന് പോകുന്നു, 10 വയസ്സുള്ള മകനുണ്ട്, അവന് ഹജ്ജിന് കൊണ്ടുപോകാൻ ബാധ്യത ഉണ്ടോ? ഇല്ല. കാരണം അവന് ഹജ്ജ് നിർബന്ധമായിട്ടില്ല. കാരണം അവൻ ഇപ്പം പോയാലും അവൻ പിന്നീട് വേറെയും പോകേണ്ടി വരും. അവൻ പ്രായപൂർത്തി എത്തിയാൽ വീണ്ടും പോകേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഒരു ചെറിയ കുട്ടി ഫലവന്ന സഗീറൻ ലം യബ്ലു അഹ്റമ ബിൽ ഉംറക്കൊക്കെ ഇഹ്റാം കെട്ടി, സുമ്മ ളാഖ സദ്റുഹു ബിലിബാസിൽ ഇഹ്റാം, പിന്നീട് ഔ ബിസിഹാം, പിന്നീട് തിരക്ക് കാരണത്താൽ അവൻ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉംറ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ വഅസമ അല്ല യുക്മിൽ ഫലാ ശൈഅ അലൈഹി ലിഅന്നഹു ലൈസ ബിബാലിഗ്,
അത് തിരക്ക് കാരണത്താൽ ആ കുട്ടിയെ പിന്നെ നമ്മൾ എന്താ ഒഴിവാക്കണം, വേണ്ട നീ ഇഹ്റാം ഒഴിവാക്കിക്കോളൂ, നീ ഉംറ ചെയ്യണ്ട, ഹജ്ജ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേറെ കഫാറത്തൊന്നും കൊടുക്കേണ്ടതില്ല, പ്രായശ്ചിത്വമൊന്നും കൊടുക്കേണ്ടതില്ല. കാരണം അവൻ എന്ത് ചെയ്തിട്ടില്ല, നിർബന്ധമായ ഹജ്ജ് അവന് ബാധ്യതയായിട്ടില്ല എന്നാണ്. അദ്ദേഹം പറയുന്നു ഫസ്സഗീറു ലാ യജിബു അലൈഹിൽ ഹജ്ജു ഇബ്തിദാഅൻ വല ഇസ്തിംറാറൻ. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ്, ചെറുത് നമ്മൾ പറയും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള എല്ലാം വള്ളി ഉൾപ്പെട്ടു, അവർക്ക് ഹജ്ജ് ചെയ്യലും നിർബന്ധമില്ല, ചെയ്താൽ അത് പൂർത്തിയാക്കലും അവർക്ക് നിർബന്ധമില്ല. അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി മരണപ്പെട്ടാൽ ആ കുട്ടിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യലും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കോ ഒന്നും ബാധ്യതയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഒരാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി പ്രായപൂർത്തി എപ്പോഴാണ് എത്തുക, അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അലയാണ്, നിസ്കാരത്തിലും മറ്റുമൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എപ്പോഴാണ് അലാമത്തുൽ ബുലൂഗ്, പ്രായപൂർത്തിയുടെ അടയാളം എന്താണ്? പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ പണ്ഡിതന്മാർ പറയാറുള്ളത് 3 അടയാളങ്ങളാണ്. ഒന്ന് സഹോദരങ്ങളെ, അവനിൽ നിന്നും ഇൻസാലു മനീയിൻ, മനീയ് പുറപ്പെടുക എന്നുള്ളതാണ്. ലൈംഗിക ദ്രാവകമായ മനീയ് പുറപ്പെട്ടു കഴിഞ്ഞാൽ, സ്വപ്നസ്ഖലനമായിട്ടോ മറ്റോ ഒക്കെ മനീയ് പുറപ്പെടുന്ന പ്രായമെത്തിയാൽ അവൻ പ്രായപൂർത്തി എത്തി എന്ന് അറിയിക്കുന്ന കാര്യമാണ്. ഒന്നതാണ്. അതായത് വയസ്സാണ് എന്ന് നോക്കേണ്ടതില്ല, അത് 13 വയസ്സിലാകട്ടെ 14 വയസ്സിലാകട്ടെ സംഭവിച്ചാൽ അവൻ പ്രായപൂർത്തി എത്തി. രണ്ടാമത്തത് ഇംബാതു ശഅർ, അവന്റെ മുടി, അതായത് ഹൗലുൽ ഫർജ്, അവന്റെ ഹൗലുൽ ദക്കർ അല്ലെങ്കിൽ അവന്റെ ലൈംഗിക അവയവത്തിന് ചുറ്റും രോമ വളർച്ച വന്നു തുടങ്ങിയാൽ അവന് പ്രായപൂർത്തി എത്തി എന്നുള്ളത് അറിയിക്കുന്നതാണ്. ഇനി ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിലും ഒരാൾക്ക് 15 15 വയസ്സ് മിൻ ഉമരിഹി, അവന്റെ വയസ്സിൽ 15 വയസ്സായ പൂർത്തിയായാൽ അവൻ പ്രായപൂർത്തി എത്തി. ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും 15 വയസ്സായാൽ പ്രായപൂർത്തി എത്തി. ഇത് ആണിനും പെണ്ണിനും ഈ നിബന്ധന ഒരുപോലെയാണ്. എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു പുറമെ നാലാമത്തെ ഒരു നിബന്ധന കൂടിയുണ്ട്. അത് അവൾക്ക് ഹൈള് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴാണോ ആർത്തവം ആരംഭിക്കുന്നത് അത് അവളുടെ പ്രായപൂർത്തിയെ അറിയിച്ചിട്ടുണ്ട്. 11 വയസ്സ് 12 വയസ്സിൽ ഒരു കുട്ടിക്ക് ഹൈള് ഉണ്ടായാൽ അവൾക്ക് അടുത്ത 13ാമത്തെ വയസ്സിൽ അവൾക്ക് അവളുടെ ഹജ്ജത്തുൽ ഇസ്ലാം ചെയ്യാം. അവൾക്ക് പ്രായപൂർത്തി എത്തി, അവൾക്ക് ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് എന്ത് ചെയ്യാം, 13ാമത്തെ വയസ്സ് ചെയ്യാം. അപ്പൊ തന്നെ നിസ്കാരമൊക്കെ ആ രൂപത്തിൽ നിർബന്ധമായി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മാതാപിതാക്കൾ, ചില വിവരമില്ലാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയത് അതിന്റെ ഗൗരവം ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടിയാണ് എന്നുള്ള നിലക്ക് 15ഉം 20ഉം ഒക്കെ വയസ്സെത്തിയാലും അവരുടെ നിസ്കാരം അപ്പോൾ പോലും കൽപ്പിക്കില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാം അവർക്ക് നിർബന്ധമാക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചെറിയ പ്രായത്തിൽ ശീലിച്ചിട്ടില്ലെങ്കിൽ അവൻ പിന്നീട് നിസ്കാരം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അലംഭാവം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാകും. കാരണം ഒരാളെ മുസ്ലിമോ കാഫിറോ ആക്കുന്ന വിഷയമാണ് നിസ്കരിക്കോ നിസ്കരിക്കാതിരിക്കോ എന്നുള്ള വിഷയം. അതുകൊണ്ടാണ് മുറു ഔലാദക്കും മുഹമ്മ അബ്നാ ഉസ്സബഈൻ എന്ന് പറഞ്ഞു. 7 വയസ്സാകുമ്പോൾ തന്നെ എന്താക്കണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. അത് അവന് ബാധ്യതയായിട്ടല്ല, മറിച്ച് അത് പഠിക്കേണ്ട ആ സമയത്ത് പഠിച്ചു തുടങ്ങണം. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അടിക്കാൻ പോലും പറഞ്ഞിട്ടുണ്ട്. കാരണം നിസ്കാരം അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആദ്യം ചോദിക്കാൻ പോകുന്ന നിസ്കാരത്തിന്റെ വിഷയം. അതൊരു കുട്ടി പാഴാക്കി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവൻ ജീവിതത്തിൽ എല്ലാം പാഴാക്കും. അള്ളാഹുവിന് നൽകേണ്ട, മോഹിദായ ഒരു മനുഷ്യൻ നൽകേണ്ട ഏറ്റവും വലിയ ഹക്ക് നിസ്കാരമാണ്. അതൊരാൾ അലസത കാണിച്ച് പാഴാക്കി തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവൻ ജീവിതത്തിൽ അള്ളാഹുവിന്റെ എല്ലാ ഹക്കുകളും പാഴാക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദ്യമായി അമലുകൾ വിചാരണ ചെയ്യുന്നത് അത് അവന്റെ അമലുകൾ നിസ്കാരമാണ്. അതിൽ വിജയിച്ച് അവൻ വിജയിച്ചു. അതിൽ പരാജയപ്പെട്ട പിന്നെ ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിൽ ഒരാൾ പരാജിതനാണ് എങ്കിൽ ബാക്കിയുള്ള അമലുകളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞത് അതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല. അവർ കുട്ടികൾ 15ഓ 20ഓ ഒക്കെ വയസ്സായാലും കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് റമളാൻ മാസത്തിൽ നോമ്പ് പോലും നോൽക്കാൻ പറയാത്ത മാതാപിതാക്കളുണ്ട്. അവർക്ക് അതൊക്കെ വയ്ക്കൂല, അതൊന്നും സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആ നിലക്ക് ചെറിയ കുട്ടികളായി കാണുന്ന, ഗൗരവത്തിൽ അവർ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് അവർ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ നിസ്കാരങ്ങൾ പതിവായി ഖളാ ആക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത്. ളുഹർ നിസ്കാരമൊക്കെ വർഷങ്ങളായി നിസ്കരിക്കാത്ത ചെറിയ കുട്ടികളുണ്ട്. കാരണം എന്താണ്? കാരണം അവർ പോകുന്ന സ്കൂളുകളിൽ നിസ്കാരമില്ല, നിസ്കരിക്കാൻ പറ്റൂല. പെൺകുട്ടിയാണ് എങ്കിൽ ഹിജാബ് പോലും പാടില്ല. ഇങ്ങനോട് നിസ്കരിക്കാണെന്നാ വിചാരിച്ചാൽ പോലും നിസ്കാരം സഹിയാകുന്ന രൂപത്തിൽ ഒരു വേഷം പോലും അവരുടെ അടുക്കലില്ല. നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതിന് വേഷമില്ല. അപ്പൊ ഭൗതികം എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്നുള്ള ഒരൊറ്റ നിയത്തിൽ കുട്ടികളുടെ ദീൻ, അതായത് അവർക്ക് നിർബന്ധമായ പ്രായത്തിൽ പോലും നിസ്കാരമില്ലാത്ത, ജുമഅകളില്ലാത്ത
അവസ്ഥകളിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നവർ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വലിയ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളോട് ചോദ്യമുണ്ട്, അവർ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറി എന്നുള്ളത്. പക്ഷെ അതിനു മുമ്പ് മാതാപിതാക്കളോട് ചോദ്യമുണ്ട്, അവർ കുട്ടികളെ എങ്ങനെ വളർത്തി എന്നുള്ളത്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ ഷർത്തായ അൽ ബുലൂഗാണ്, അതിന്റെ അടയാളമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ അടയാളം ഒത്താൽ ഒരാൾക്ക് എന്തായി, സാമ്പത്തികമായ കഴിവുണ്ട്, ബാക്കിയുള്ള നിബന്ധനകൾ പൂർത്തിയായാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി. മുസ്ലിമാണ്, അഖലുണ്ട്, ബുദ്ധിമാന്ദ്യമൊന്നുമില്ല, അതിന് പ്രായപൂർത്തി എത്തി. നാലാമത്തെ ഒരു ഷർത്തുണ്ട്, അത് അൽ ഹുർരിയ എന്ന് പറയുന്ന ഷർത്താണ്. നമുക്കൊന്നും ഇന്ന് ബാധകമാകുന്ന ഒരു വിഷയമല്ല. നമുക്ക് എല്ലാവരും ഇവിടെ അഹ്റാറുകളാണ്, സ്വതന്ത്രരാണ്, അടിമകൾ ആരും നമ്മുടെ കൂട്ടത്തിലില്ല. ഇപ്പൊ പഴയ കാലത്തൊക്കെ നമുക്കറിയാം അടിമകൾ ഉണ്ടായിരുന്നു. ഇസ്ലാം അതിന് വലിയ വിലയും ഒരുപാട് ഹക്കുകളും അവർക്ക് നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ അവർക്കുള്ള ഒരു അളവിൽപ്പെട്ടതാണ് അത്തരം അടിമകളായി കഴിയേണ്ടി വരുന്നവർക്ക് അവരവരുടെ യജമാനന്റെ ജോലികളും മറ്റുമൊക്കെ ആയി തിരക്കിലാകുന്ന ആളുകളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം അവർക്ക് സ്വന്തമായി ഒന്നും ഉടമപ്പെടുത്തുന്നില്ല, അവരുടെ ഉടമസ്ഥന്റെ കയ്യിലാണ് എല്ലാം ഉള്ളത്. അവരുടെ ഉടമസ്ഥൻ എപ്പോഴും ജോലി ചെയ്തു കൊടുക്കേണ്ട ആളുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരടിമകളായി കഴിയുന്ന സമയത്ത് ഹജ്ജ് ചെയ്യൽ അവർക്ക് നിർബന്ധ ബാധ്യതയില്ല. ഇനിയിപ്പോൾ മുതലാളി അയാളെയും കൊണ്ടുപോയി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് അങ്ങനെ, അതല്ല എങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട ബാധ്യതയില്ല. ഇത് അടിമകളാണ്, അല്ലാതെ ഇന്നത്തെ വേലക്കാരല്ല. ഇന്നത്തെ വേലക്കാരും അന്നത്തെ അടിമകളും ഒന്നല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. അഞ്ചാമത്തത് ഷർത്തുൽ ഖാമിസ് അൽ ഇസ്തിതാഅ, ഒരാൾക്ക് കഴിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. മുസ്ലിമാണ്, ആഖിലാണ്, ബാലിഗാണ്, മുസ്ലിമാണ്, ബുദ്ധിയുള്ളവനാണ്, അതുപോലെ തന്നെ പ്രായപൂർത്തിയെത്തിയവനാണ്, സ്വതന്ത്രനാണ് എങ്കിൽ അഞ്ചാമത്തെ നിബന്ധന ഇതാണ് പലർക്കും ആവശ്യമായി വരുന്നത്, അൽ ഇസ്തിതാഅ, അവന് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. രണ്ട് രൂപത്തിലെ കഴിവാണുള്ളത്. ഒന്ന് ബിബദനിഹി, അവന്റെ ശരീരം കൊണ്ടുള്ള കഴിവ്. രണ്ട് ബിമാലിഹി, അവന്റെ സമ്പത്ത് കൊണ്ടുള്ള കഴിവ്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് തന്നെ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ എന്ന ഹജ്ജ് ദീനുൽ ഇസ്ലാമിൽ അർക്കാനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞപ്പോഴും അവസാനം പറഞ്ഞത് ഹജ്ജ് എന്താണ് പറഞ്ഞത്, ഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഇസ്തിതാഅത്ത് വേണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഇസ്തിതാഅത്ത് വേണം. അതിന് തൊട്ടുമുമ്പ് പറഞ്ഞ റമദാൻ മാസത്തെ നോമ്പിന് ഇസ്തിതാഅത്ത് വേണം. പക്ഷെ ഹജ്ജിനുള്ള ഇസ്തിതാഅത്ത് ഒരു പ്രത്യേകമായ കഴിവ് വേണം. എല്ലാവർക്കും എപ്പോഴും കഴിഞ്ഞോളന്നില്ല. കാരണം രണ്ടും കൂടി ഒത്തുവരണം. സാമ്പത്തികമായ കഴിവ് ഒരാൾക്ക് വേണം, ശാരീരികമായ കഴിവും വേണം. അല്ലാഹു തആല പറഞ്ഞല്ലോ, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസ് ഹജ്ജുൽ ബൈത്ത്, ബൈത്തിൽ ഹജ്ജ് ചെയ്യുക, കാബയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ്. ഹജ്ജ് നിർബന്ധമാണ് എന്ന് അറിയിക്കുന്ന ആയത്താണിത്. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതിലേക്ക് വഴി എളുപ്പമായ ആളുകൾക്കാണ് എന്ന് പറയുന്നു. അപ്പൊ രണ്ട് രൂപത്തിലാണ് അൽ ഇസ്തിതാഅ തകൂനു ബിൽ മാലി വൽ ബദൻ. സാമ്പത്തികമായിട്ടുള്ള കഴിവും വേണം, ശാരീരികമായിട്ടുള്ള കഴിവും വേണം. കാരണം ചില ആളുകൾക്ക് ശാരീരികമായി കഴിവുണ്ടാവില്ല, വലിയ പണക്കാരായിരിക്കും, സാമ്പത്തികമായി ഒരു കുഴപ്പമില്ല, വലിയ പണക്കാരായിരിക്കും, പക്ഷേ രോഗം വരും, യാത്ര ചെയ്യാൻ പറ്റൂല. വാഹനത്തിൽ കയറിയാൽ ചിലപ്പോൾ ബോധം കിട്ടുമോ, ഒരു ഫ്ലൈറ്റിൽ കയറി പോകാനോ കപ്പലിൽ കയറി പോകാനോ നടക്കാനോ ഒരു രൂപത്തിലുള്ള യാത്രയും നടക്കാത്ത ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ഹജ്ജ് നിർബന്ധമില്ല എന്നുള്ളതാണ്. എന്നാൽ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ കഴിവില്ലാത്ത, ശാരീരികമായി കഴിവില്ലാത്ത ആള് സാമ്പത്തികമായി നല്ല കഴിവുണ്ട്, ഈ ശാരീരികമായിട്ടുണ്ടാകുന്ന ഈ രോഗമാകട്ടെ അത് ക്ഷമിക്കാൻ, അത് മാറാൻ, ഷിഫയാകാൻ സാധ്യതയില്ലാത്ത രോഗമാണ് എങ്കിൽ അയാൾ നിർബന്ധമായി മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയക്കണം എന്നാണ്. ഒരാൾ ശാരീരികമായി കഴിവില്ല, തളർന്നുപോയ വ്യക്തിയാണ്, ശാരീരികമായി കഴിവില്ല, ബുദ്ധിയൊക്കെ ഉണ്ട്, തളർന്നുപോയ വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ട്, അയാൾക്കൊരു യാത്ര ഒന്നും സംഭവിക്കൂല, നടക്കാൻ പറ്റൂല, പക്ഷെ പണം കൃത്യമായിട്ട് അയാളുടെ കയ്യിലുണ്ട്, സാമ്പത്തികമായി കഴിവുള്ള വ്യക്തിയാണ് എങ്കിൽ, അയാൾക്ക് ആ രോഗം മാറാത്ത രോഗമാണ് എങ്കിൽ എന്ത് ചെയ്യണം, മറ്റൊരാളെ പറഞ്ഞയക്കണം, മകനെയോ അല്ലെങ്കിൽ മകള് വേണമെങ്കിൽ മകൾ, ആണിനും പെണ്ണിനും ഒക്കെ നിയാബത്ത് എടുക്കാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആണിനും പെണ്ണിനും ഒക്കെ ചെയ്യാം. ഉപ്പാക്ക് പൈസ ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, രോഗം കാരണത്താൽ പോകാൻ പറ്റുന്നില്ല. ജീവിതകാലത്ത് തന്നെ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യണം, അത് അയാളുടെ ബാധ്യതയാണ് എന്നാണ്. എന്നാൽ അയാൾക്ക് പെട്ടെന്ന് മാറുന്നൊരു രോഗമാണ് എങ്കിൽ ഈ വർഷം പോകാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ, അല്ലാതെ മാറാൻ പ്രതീക്ഷയില്ലാത്ത രോഗമല്ല, ഈ വർഷം പറ്റുന്നില്ല, പനിയാണ്, ശക്തമായ പനിയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ രോഗമുണ്ട്, ഇത് ഷിഫയാകും,
മരുന്നെടുത്ത് അങ്ങനെ ഷിഫയാകുന്ന രോഗമാണെങ്കിൽ വേറൊരാളെ പറഞ്ഞയക്കേണ്ടതില്ല. മറിച്ച് അയാൾ തന്നെ അത് മാറുന്ന അവസ്ഥയിൽ പോകുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അന്നംറഅതൻ അതത് ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഫരീദത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജി അദ്റകത് അബി ശൈഖൻ കബീറൻ ലാ യസ്ബുതു അല റാഹില അഫ അഹുജ്ജു അൻഹു. ആ സ്ത്രീ ചോദിച്ചത്, അള്ളാഹിന്റെ റസൂലെ, എൻ്റെ ഉപ്പ വൃദ്ധനായ അവസ്ഥയിലാണ് ഹജ്ജ് അയാൾക്ക് നിർബന്ധമാക്കുന്നത്. ഹജ്ജ് നിർബന്ധമാക്കിയ ആ വർഷം അയാൾ വളരെ വൃദ്ധനായിട്ടാണ് ഉള്ളത്. ലാ യസ്ബുതു അല റാഹില, അയാളുടെ പ്രായാധിക്യം കാരണത്താൽ വാഹനത്തിൽ ഇരിപ്പുറക്കൂല, വാഹനത്തിൽ ഇരിക്കാൻ പറ്റൂല, വീണു പോകുന്ന ഒരവസ്ഥയിലാണുള്ളത്. അത് ഒരാളുടെ കഴിവില്ലായ്മയാണല്ലോ. പ്രായം എത്തുക എന്ന് പറയുന്നത് കഴിവില്ലായ്മയാണ്, വാർദ്ധക്യ സഹജമായ രോഗം തന്നെയാണ്. അഫ അഹുജ്ജു അൻഹു, ഞാൻ അയാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെയോ എന്നാണ് ആര് ചോദിക്കുന്നത്? ഈ സ്ത്രീ ചോദിക്കുന്നത്. അതായത് ഇയാളുടെ മകൾ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ കിതാബുൽ ഹജ്ജിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം മുസ്ലിമും അദ്ദേഹത്തിന്റെ കിതാബുൽ ഹജ്ജ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ആ വാഹനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതിന് വയസ്സായ ആളാണ്, അതിന് മാറി അതിന് യുവാവാനും സാധ്യതയില്ലല്ലോ, അതിന് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹജ്ജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇയാൾക്ക് ഹജ്ജ് ബാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ആ സ്ത്രീ എന്താ പറഞ്ഞത്? ഇന്ന ഫരീദത്തല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജി അദ്റകത് അബി, ഹജ്ജിന്റെ നിർബന്ധ ബാധ്യത എൻ്റെ ഉപ്പാക്ക് വന്നെത്തിയത് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ ഉപ്പാക്ക് ഹജ്ജ് നിർബന്ധമല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നഅം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു പ്രായം എത്തിപ്പോയി, അപ്പോഴാണ് കുറച്ച് ദീനി ബോധമൊക്കെ വന്നത്, പക്ഷെ ഹജ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ രോഗം അവസ്ഥയാണുള്ളത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളെ പറഞ്ഞേക്കാൻ എന്ത് ചെയ്യണം? അയാൾ വേറൊരാളെ പറഞ്ഞിട്ട് ഹജ്ജിന് വേണ്ടി അയക്കണം. അല്ലാതെ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഹജ്ജ് ചെയ്യാതിരിക്കരുത്, വേറൊരാളെ പറഞ്ഞയക്കണം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്, പെട്ടെന്ന് മാറുന്ന രോഗങ്ങൾ ഉണ്ടാവും, 1-2 വർഷങ്ങളൊക്കെ കൊണ്ട് ചികിത്സിച്ചാലൊക്കെ മാറുന്ന രോഗമൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആൾ വേറൊരാളെ പറഞ്ഞയക്കരുത്. മറിച്ച് അയാൾ അതിന് ശിഫ കാത്തു നിന്നിട്ട് ആഫിയത്ത് എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ ഹജ്ജ് ചെയ്യണം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി സഹോദരങ്ങൾ, രണ്ടാമതായി നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായ ബാധ്യതയാണ്. ഒരാൾക്ക് ശാരീരികമായ ഒരു കുഴപ്പമില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നല്ല ആഫിയത്തിലാണ് അയാൾക്കുള്ളത്, പക്ഷെ ശാരീരികമായി കഴിവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തില്ല? ഹജ്ജ് നിർബന്ധ ബാധ്യതയല്ല. അയാൾ സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും, ഒരാൾ റിയാദിലാണ്, ഒരു 1000 കിലോമീറ്റർ അടുത്ത് ഓടിയാൽ അയാൾക്ക് മക്കത്തെത്താൻ പറ്റും. പക്ഷെ അയാൾക്ക് എന്ത് സാധിക്കുന്നില്ല? അതിനുള്ള സാമ്പത്തികമായ കഴിവില്ല. അയാൾക്ക് അതിന് സാമ്പത്തികമായ കഴിവില്ല. അന്നേക്കുള്ള വക ഉണ്ട്, അന്നേക്കുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹജ്ജിന് പോയി വരാനുള്ള ഒരു 2000-3000 റിയാൽ, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആ ഒരു പണം അയാളുടെ കയ്യിലില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ എന്തില്ല? ഹജ്ജിന്റെ നിർബന്ധ ബാധ്യത ഇല്ല. ഹജ്ജിന്റെ നിർബന്ധ ബാധ്യത അയാൾക്കില്ല. ഇനി മക്കത്തുള്ള ഒരാളാണെങ്കിലോ, പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, മക്കത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മക്കാരനാണ് എങ്കിൽ അയാൾക്ക് ചെലവില്ല, യാത്രാ ചെലവുകളില്ല. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ഇനി പണം ഒരു ബാധ്യത അല്ല എന്നാണ്. ഇന്ന് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ അതിന്റെ ഹംലകളിൽ ചേരാനുള്ള പണം ആവശ്യമുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെലവ് ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം, മക്കാരനാണെങ്കിൽ നിർബന്ധമായും അയാൾ പോയി ഹജ്ജ് ചെയ്യണം. ശാരീരികമായ കഴിവ് മാത്രമേ അവിടെ പരിഗണിക്കേണ്ടതുള്ളൂ, മറിച്ച് ഇസ്തിതാഅത്തു ബിൽ മാൽ അയാൾക്ക് നോക്കേണ്ടതില്ല എന്നാണ്. അതല്ലാത്ത ഏത് സ്ഥലമാണ്, ഇപ്പൊ റിയാദ് പറഞ്ഞത്, ബാക്കിയുള്ള ആൾക്കാർ നമുക്ക് എന്തായാലും അത് ഖിയാസ് ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളാണെങ്കിൽ സാമ്പത്തികമായ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ ചില ആൾക്കാർ, അവർക്ക് സാമ്പത്തികമായ സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും, കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലാന്നേ ഉള്ളൂ, സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും, അതൊന്നും തൊടൂല. അങ്ങനല്ല, സാമ്പത്തികമായ കഴിവ് എന്ന് പറഞ്ഞാൽ സ്വത്തും ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. അല്ലെങ്കിൽ സ്വർണ്ണം ഇഷ്ടം പോലെ ഉണ്ടാവും, സ്ത്രീയുടെ അടുക്കൽ 100-200 പവൻ ചിലപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് കയ്യിൽ ചിലപ്പോൾ പണമില്ല, ലക്ഷങ്ങൾ റുപ്പീസ് ഇല്ല. അങ്ങനല്ല, നമ്മളിതൊക്കെ നമ്മൾ സമ്പത്തായി പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്, അത് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ചോദ്യം അദ്ദേഹം ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ്, ഇദാ കാന الانسان مدينا بدين وعنده مال يكفي للدين فقط فهل يلزمه الحج? ഒരാൾക്ക് കടമുണ്ട്, കടം വീട്ടാനുള്ള പണം മാത്രമേ അയാളുടെ അടുക്കൽ ഉള്ളൂ. അപ്പൊ ആ അവസ്ഥയിൽ അയാൾക്ക് ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നത്തെ ഏകദേശം ഒരു കണക്ക് പറയുമ്പോൾ 5 ലക്ഷം റുപ്യ നമുക്ക് നാട്ടിൽ ഹജ്ജിന് വേണമെന്ന് വിചാരിക്കുക. അയാൾക്കാണ് 5 ലക്ഷം റുപ്യ കടമുണ്ട്.
5 ലക്ഷം റുപ്യ കടമുണ്ട്. അയാൾ മുമ്പിൽ 2 ഓപ്ഷനാണ്. നാളെയാണ് ഹജ്ജിന്റെ അവസാനത്തെ ഡേറ്റ്, ഹജ്ജിന് കൊടുക്കാം, ഇയാൾക്ക് കടം കൊടുക്കാൻ കടം വീട്ടാനും ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഏത് ഹക്കാണ് പരിഗണിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി ഹജ്ജിന്റെ ഹക്കാണോ, അതല്ല ഈ സാമ്പത്തിക ബാധ്യതയാണോ? ദീനുൽ ഇസ്ലാമിൽ എന്താണ് നിയമം? ദീനുൽ ഇസ്ലാമിൽ നിയമം ഈ മനുഷ്യനായിട്ടുള്ള ഹക്ക് പരിഗണിക്കുക എന്നുള്ളതാണ്. ഈ മനുഷ്യനായിട്ടുള്ള ഹക്ക് പരിഗണിക്കുക. ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യൽസമുഹു, കടം വെച്ചിട്ട് അവൻ അങ്ങനെ ഹജ്ജിൽ ബാധ്യതയില്ല. ലിഅന്ന ഖളാഅ അദ്ദൈനി ഔജബു മിനൽ ഹജ്ജ്, കാരണം കടം വീട്ടുക എന്നുള്ളതാണ് ഹജ്ജിനേക്കാളും നിർബന്ധ ബാധ്യതയായിട്ടുള്ളത്. ലിഅന്നൽ ഹജ്ജ ലാ യജിബു ഇല്ലാ ഇദാ ബരിഅത്തി ദിമ്മത്തു മിനദ്ദൈൻ, കാരണം കടത്തിൽ നിന്ന് ഒഴിവായിട്ട് മാത്രമല്ലാതെ അവന് ഹജ്ജ് ബാധ്യതയില്ല. ഫൽഹജ്ജു ലാ യജിബു അലൈക വഅലൈക ദൈനുൻ ലിഅന്നക ലാ തസ്തതി, കാരണം ഹജ്ജ് എന്ന് പറയുന്നത് നിനക്ക് കടമുണ്ടായിരിക്കുക നിനക്ക് ബാധ്യത ഇല്ലാത്ത കാര്യമാണ്, നിനക്കതിന് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം ഇനിയിപ്പോൾ കടം ഒരാൾക്ക് ഉള്ളത്, ഹജ്ജിനുള്ള പണം 5 ലക്ഷം റുപ്യാണ് കൊടുക്കേണ്ടത്, കടം ഒരാൾക്ക് 1 ലക്ഷം റുപ്യാണ് എന്ന് വിചാരിക്കുക. കടം 1 ലക്ഷം റുപ്യ എടുത്താൽ മതി. അപ്പോൾ 1 ലക്ഷം റുപ്യ കടത്തിന്റെ സമയം ആയിട്ടുണ്ട്. 5 ലക്ഷം റുപ്യാണ് ഹജ്ജിനുള്ളത്. 4 ലക്ഷം റുപ്യ ഹജ്ജിന് പോകാൻ പറ്റൂല. അപ്പൊ ഇയാൾ ഒഴിവാക്കുക എന്നുള്ളതല്ല, ഇയാൾക്ക് 1 ലക്ഷം റുപ്യ കടം നീ വീട്ടുക തന്നെ വേണം. പിന്നെ 4 ലക്ഷം റുപ്യ വെച്ച് നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഹജ്ജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ വർഷം ചെയ്യുക, ഹജ്ജ് ആ വർഷം ചെയ്യുക. അതല്ല എങ്കിൽ നീ അടുത്ത വർഷത്തേക്ക് കാത്തിക്കുക എന്നുള്ളതാണ്. ആ 1 ലക്ഷം റുപ്യ ബാക്കിയുള്ളൂ എങ്കിൽ പോലും ആ ഹജ്ജിന്റെ പണം ഉപയോഗിക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ കടം വീട്ടുക എന്നുള്ളതാണ് അവിടെ നിർബന്ധമായിട്ടുള്ളത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അതേപോലെ പല ചോദ്യങ്ങളും ഇബ്നു ഹുസൈം റഹിമഹുള്ളാഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹജ്ജുമായി കടമുള്ള വ്യക്തിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഒരാൾക്ക് ഇതേപോലെ കടമുണ്ട്, അവന്റെ നിർബന്ധമായ ഹജ്ജും അവൻ ചെയ്തിട്ടില്ല, അവൻ ഹജ്ജാണോ ചെയ്യേണ്ടത്, അതല്ല അവൻ കടം വീട്ടുകയാണോ വേണ്ടത്? ഇബ്നു ഹുസൈം റഹിമഹുള്ളാഹി പറയുന്നു, അൽ ഹജ്ജു ലൈസ ഫർദൻ അലാ മൻ അലൈഹി ദൈനുൻ, കടമുള്ള വ്യക്തികൾക്ക് ഹജ്ജ് നിർബന്ധമല്ല. കമ അന്ന സകാത്ത ലൈസത് ഫർദൻ അലൽ ഫഖീർ, ദരിദ്രന് സകാത്ത് നിർബന്ധ ബാധ്യത അല്ലാത്തതുപോലെ. ഫൈദാ കാന അലൈഹി ദൈനുൻ, അവന് കടമുണ്ട് എങ്കിൽ ഫൽനുഖദ്ദിർ അന്നഹു 10 ദറാഹിം, ഒരു 10 ദിർഹമാണ് നമ്മൾ കണക്കാക്കുക. വലൈസ ഇൻദഹു ഗൈറുഹാ, അവന്റെ അടുക്കൽ മറ്റൊന്നുമില്ല. ഇൻ ഹജ്ജ മിൻഹാ ലം യുഫി ജമീഅ അദ്ദൈൻ, ഹജ്ജ് ചെയ്താൽ അയാൾക്ക് പണം വീട്ടാൻ, കടം കൊടുത്തു വീട്ടാൻ പറ്റുകയില്ല. വഇൻ ലം യഹുജ്ജ വഫ ജമീഅ അദ്ദൈൻ, ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവന് പൂർണ്ണമായി കടം വീട്ടാനും സാധിക്കുമെങ്കിൽ ഫൽ ഔലാ അൻ യുഫി അദ്ദൈൻ സുമ്മ യഹുജ്ജ്, അവൻ കടം ആദ്യം വീട്ടുക, പിന്നീട് അവൻ ഹജ്ജ് ചെയ്താൽ മതി. لأنه لا يجب عليه الحج أصلا قبل وفاء الدين, കാരണം കടം വീട്ടുന്നതിന് മുമ്പ് അവന് ഹജ്ജ് നിർബന്ധമില്ല. وإذا مات والدين في ذمته بعد الحج تأدى بهذا الدين, അവൻ ഹജ്ജൊക്കെ ചെയ്തു പൂർത്തിയായി, പക്ഷെ കടം അവിടെ ബാക്കിയുണ്ടെങ്കിൽ ആ കടം അവന് ഉപദ്രവകാരിയായി മാറും, കടം അവനെ ശരിക്കും ദോഷമായി ബാധിക്കും. لأن نفس المؤمن معلقة بدين حتى يقضى عنه, കാരണം ഒരാൾ മരിച്ചു പോയാലും കടം വീട്ടുന്നത് വരെ അവന്റെ ബാധ്യത അവിടെ തന്നെ ഉണ്ട്. വദ്ദൈനു ലൈസ ബിസഹൽ, കടം എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് ഒരു ഹദീസ് അദ്ദേഹം കൊടുക്കുകയാണ്, സഅല റജുലുൻ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ഷഹാദ, ഒരു വ്യക്തി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഹൽ തുകഫിറു ദുനൂബ്, ആ ഷഹാദത്ത് കൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നഅം. ഫലമ്മ വല്ല, അയാൾ പിന്തിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅാഹു, അയാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന ജിബ്രീൽ അതാനി, ഉടനെ വഹി കിട്ടിയതാണ്, ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. വഖാൽ ഇന്ന ഷഹാദത ലാ തുകഫിറു ദൈൻ, ഷഹാദത്ത് കൊണ്ട് കടം വീട്ടപ്പെടുകയില്ല, കടം ഒന്നും ഒഴിവാക്കി കിട്ടില്ല, കടം കൊടുക്കാനാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദിൽ മരണപ്പെട്ട വ്യക്തിക്ക് പോലും കടം ബാധ്യതയോടെ കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ, അത് വലിയ സമ്പത്തൊന്നും ഖജനാവിലില്ലാത്ത ആദ്യ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ജനാസ കൊണ്ടുവന്നാൽ അവിടുന്ന് ചോദിക്കും, ഇയാൾക്ക് കടമുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കും. കടമുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇമാമത്ത് നിൽക്കുകയില്ല. ഉടനെ ഇമാമത്ത് നിൽക്കില്ല, അതിന് ഗൗരവം മനസ്സിലാക്കി കൊടുക്കാനാണ്, അല്ലാതെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് വേറെ ഒരാളോട് ഇമാമത്ത് നിൽക്കാൻ പറയും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അയാളോട് ശരിക്കും ഉറപ്പ് വരുത്തി, ഏറ്റെടുത്തല്ലോ, ഉറപ്പ് വരുത്തിയാൽ മയ്യത്തിൽ നിന്നും അതെന്തായി, ഒഴിവായി, ബാധ്യത ഒഴിവായി, ഇന്നാൾ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്താൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന് എന്ത് ചെയ്തിട്ടുള്ളൂ, നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കടം എന്ന് പറയുന്ന സഹോദരങ്ങളെ ഇത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ ചെറിയ ചെറിയ നിസ്സാരമായ ആവശ്യങ്ങൾക്കും മറ്റും ഒക്കെ ആയിട്ട് കടം ഇങ്ങനെ വാങ്ങിക്കൂട്ടും, ഒരു പേടിയില്ല. എപ്പോഴാണ് മരണപ്പെടുന്നത് എന്നുള്ളത് ചിന്തയില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ മാർഗത്തിൽ മരിച്ച ആൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിന്റെ വിഷയത്തിൽ അത്
കൊടുത്തു വിട്ടാതെ അയാളുടെ കാര്യം തീരുമാനമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ ഈ കച്ചവടം തുടങ്ങുന്നതിന് വേണ്ടി, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, അങ്ങനെ വേണ്ടി ഇങ്ങനെ വേണ്ടി കാണുന്ന ആൾക്കാരോടൊക്കെ പണം കയ്യിലാക്കിയിട്ട് ഒരു ബാധ്യതയില്ലാതെ, ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആളുകളോട് പെരുമാറുന്ന അവസ്ഥ ഉണ്ട് സഹോദരങ്ങൾ. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കട കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും ഒക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് ചെയ്യരുത്. ദീനുൽ ഇസ്ലാമിന്റെ നിയമം അത് വളരെ കൃത്യമായി പാലിക്കുക തന്നെ വേണം. കാരണം ഇയാൾ കടം കൃത്യമായി കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് പോലും അറിയാൻ സാധിക്കുകയില്ല ഇന്നാൾക്ക് കടമുണ്ട്, മറ്റേ ആൾക്ക് കടമുണ്ട്. ചിലപ്പോൾ വേറെ ആരുടെന്നെങ്കിലൊക്കെ ചോദിക്കാതെ പറയാതൊക്കെ വാങ്ങി വെച്ചതായിരിക്കും. ഒരു സാക്ഷിയുമില്ല, ഒരു തെളിവില്ല. ദീനുൽ ഇസ്ലാമിന് ഈ നിയമം ഉണ്ടാക്കുന്ന പിന്നെ ഒരുപാട് ഹിക്മത്തുണ്ട്. ഇയാൾ ഖബറിൽ കിടക്കുന്നുണ്ട്, ഇയാൾ കടം വീട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് വളരെ കൃത്യമായി അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കണം. എനിക്ക് ഇന്ന കടമുണ്ട് എന്നുള്ള ഭാര്യയെ, മക്കളെ അറിയിക്കണം. കാരണം അയാൾ മരിച്ചു പോയാൽ ഒരാൾ ഏറ്റെടുക്കാൻ വേണ്ടതുണ്ട്. അതല്ലെങ്കിൽ അയാളുടെ അവസ്ഥ വളരെയധികം കഷ്ടമായിരിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഹജ്ജിന് പോലും കട ഉണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? നമുക്ക് നിർബന്ധ ബാധ്യതയില്ല. പിന്നെ ഹുസൈമിന്റെ അടുത്ത ചോദ്യം, ഇതാ അതിനലി സാഹിബുദ്ദൈനി അന്ന ഹജ്ജ്, എനിക്ക് ഞാൻ കടം ആർക്കാണ് കൊടുക്കാനുള്ളത്, അയാൾക്ക് എനിക്ക് അനുവാദം നൽകിയാലോ എന്നാണ് ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം പറയുന്നു ലാ തഹുജ്, എന്നാലും നീ ഹജ്ജ് ചെയ്യേണ്ടതില്ല. ലിഅന്നഹു ലൗ അദിന ലക് ഫലാ യസ്ഖുതു ശൈഉൻ മിന അദ്ദൈൻ ഇദൻ മസ്തഫത്. അയാൾ നിനക്ക് പോയി ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞാലും അയാൾ കടം ഒന്നും ഒഴിവാക്കി തന്നിട്ടില്ലല്ലോ. നീ പോയി ഹജ്ജ് ചെയ്യും, ഉടനെ മരണപ്പെട്ടു പോയാലോ? അയാൾ നിനക്ക് വിട്ടു തന്നിട്ടില്ല. അയാൾ വിട്ടു തന്നോന്നല്ല പറഞ്ഞത്, നീ പിന്നെ തന്നോ എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ നിന്റെ ബാധ്യത, ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണം, 5 ലക്ഷം റുപ്യ കടം കൊടുക്കാനുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ ഹജ്ജിനും പോവാം. കടം ആർക്കാണ് കൊടുക്കാൻ, അയാൾ പറയുന്നു അത് വേണ്ട, പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. വേണ്ടാന്നല്ല പറഞ്ഞു, പിന്നെ തന്നാ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ ബാധ്യത അവിടെ കിടക്കുകയാണ്, അയാൾക്ക് ബാധ്യത അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇബ്നു ഹുസൈം റഹിമഹുല്ലാഹ് പറയും നീ ഹജ്ജ് ചെയ്യേണ്ടതില്ല, മറിച്ച് നീ അത് അയാൾക്ക് തന്നെ കൊടുക്കുക, അതാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത്, ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കടങ്ങളായിരിക്കും. അത് വളരെ കൃത്യമായി അടുത്ത ഒരു അദ്ദേഹം പറയാണ്, ഇപ്പൊ മാസത്തിൽ കട ഇങ്ങനെ വീട്ടുന്ന ആൾക്കാരുണ്ടാവും. മാസത്തിൽ കട ഇങ്ങനെ വീട്ടുന്ന ആളുണ്ട്, 5000 10,000 ഒക്കെ കൊടുത്ത് കടം വീട്ടുന്ന ആളുണ്ടാവും. അപ്പൊ ഈ മാസത്തിന് അയാൾക്ക് ഹജ്ജിന് പോയാലും അടുത്ത മാസത്തിൽ വരുന്ന ലാഭത്തുനിന്നോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ വരുന്ന സാലറിയിൽ നിന്നൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം, കടം അങ്ങനെ വിട്ടു പോവാം. അതായത് ഈ കടം ഫലത്തിൽ എന്ത് ചെയ്യുന്നില്ല, അയാളെ ബാധിക്കുന്നില്ല, ഒരു നിലക്കും അത് വീട്ടിൽ നിന്ന് ബാധിക്കും. കാരണം മാസത്തിൽ ഒരു നിശ്ചിത തുക കൊടുത്ത അയാൾ കടം അങ്ങനെ വീട്ടിക്കൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ ഹജ്ജിന് പോകുന്നത് ഒരു നിലക്കും അതിനെ ബാധിക്കുന്നില്ല. കാരണം അടുത്ത മാസത്തെ സാലറി വരുമ്പോഴേക്കും അയാൾക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ മാസത്തെ കൊടുത്തു, ഇനി ഹജ്ജ് പോവും, പിന്നെ അടുത്ത മാസത്തേക്ക് വരുമ്പോൾ അത് എടുത്തിട്ട് അയാൾ കൊടുക്കും. ആ നിലക്കുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഇത് വേറൊരു നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കച്ചവടക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ കച്ചവടക്കാർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെറിയ ഇങ്ങനെ കിട്ടാനും കൊടുത്ത് വളരെ കൃത്യമായി അങ്ങനെ വരുന്ന കടത്തിന് വെച്ച് ഹജ്ജിന് പോകേണ്ടതില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അത് അടുത്ത ഇത് വരുമ്പോൾ അത് കൊടുത്തു വിടും, പിന്നെ അടുത്ത സാധനം വരുമ്പോൾ അതും കടത്തിലായിരിക്കും അല്ലെ. കടത്തിന് സാധനം എടുത്തു, പിന്നെ അതിന്റെ ലാഭം വരുമ്പോൾ അത് അടുത്തതിന് കൊടുത്തു വിട്ടും, ആ നിലക്ക് അങ്ങനെ പോകുന്നതായിരിക്കും. അത് ചിലപ്പോ ഈ ഹജ്ജിനെയും ഇതിന്റെ സാമ്പത്തികമായ കാര്യത്തിനൊന്നും ഒരു നിലക്കും ബാധിക്കാത്തതായിരിക്കും. എന്നാൽ അതല്ലാത്ത കാര്യത്തിന് സഹോദരങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുമായിട്ടുള്ള ഇടപാട് അത് അവരോട് തന്നെ ഹക്കിടപാട് നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാപ്പാക്കി നൽകിയാലല്ലാതെ എനിക്ക് രക്ഷയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അടിമകളുമായിട്ട് ആണ് ചെയ്തത്. ഒന്നുകിൽ അവർ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരത് വിട്ടുതരണം, മാപ്പാക്കി നൽകണം. അതല്ലാതെ അതിന് വേറെ മാർഗമില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അദ്ദേഹം ഈ വിഷയം ഒരുപാട് ദീർഘമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. അതിനുശേഷം അടുത്ത അധ്യായമായി കൊടുത്തിട്ടുള്ളത് ബാബു അൽ മവാഖീത്ത്, മീഖാത്തുകളെ കുറിച്ചിട്ടുള്ള അധ്യായമാണ്. മീഖാത്തുകളെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഹജ്ജിന്റെ മീഖാത്തുകൾ ഏതൊക്കെയാണ്? മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില മീഖാത്തുകളുണ്ട്. എന്തിനാണ് മീഖാത്തുകൾ? ആ മീഖാത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറക്ക് വേണ്ടി പൂർണ്ണമായി ഒരുങ്ങിയിട്ട് നമ്മൾ ഇഹ്റാമിലായി പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് നിഷിദ്ധമായ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കി മാറ്റി നിർത്തേണ്ട പരിധികളാണ്. ഈ പരിധികൾ കടക്കുന്നതിന് മുമ്പ് ആ ഇഹ്റാമിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും, മഹ്ദൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരാൾ വിട്ടു നിൽക്കേണ്ടത്, അതാണ് അതിന്റെ പരിധി. ആ പരിധിക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത് ആ പരിധിക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഒന്നാമത്തെ ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖത ലി അഹ്ലിൽ മദീന ദൽ ഹുലൈഫ. ഇൻഷാ അല്ലാഹ് ബാങ്കിന് ശേഷം വായിക്കാം. صلى الله عليه وسلم وقت لأهل المدينة
أهل المدينة ذا الحليفة ولأهل الشام الجحفة ولأهل نجد قرن المنازل ولأهل اليمن يلملم هن لهن ولمن أتى عليهن من غير أهلهن ممن أراد الحج أو العمرة ومن كان دون ذلك فمن حيث أنشأ حتى أهل مكة من مكة. ബാബുൽ മവാഖീത്തിലെ അഥവാ കിതാബുൽ ഹജ്ജിലെ ഒന്നാമത്തെ അധ്യായമായ ബാബുൽ മവാഖീത്തിലെ ഒന്നാമത്തെ ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മവാഖീത്തുൽ മക്കാനിയ, ഹജ്ജിനും ഉംറക്കുമുള്ള മീഖാത്തുകൾ, അത് വളരെ കൃത്യമായി പറയുകയാണ്. 4 മീഖാത്തുകൾ ഈ ഹദീസിൽ പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖത്ത ലി അഹ്ലിൽ മദീന, മദീനക്കാർക്ക് മീഖാത്തായി നിശ്ചയിച്ചു കൊടുത്തു. ദൽ ഹുലൈഫ, മദീനക്കാർക്ക് ഉള്ള മീഖാത്തിന്റെ പേരാണ് ദുൽ ഹുലൈഫ എന്ന് പറയുന്നത്. ഇന്നത് അബിയാർ അലി എന്നാണ് അതിന് പറയുന്ന പേര്. അബിയാർ അലി എന്ന മദീനയിൽ നിന്നും അടുത്തുള്ള മീഖാത്താണ്. ഈ മീഖാത്താണ് ഹറമിൽ നിന്നും ഏറ്റവും ദൂരമുള്ള മീഖാത്ത്. അതായത് ഒരാൾ ഇഹ്റാം കിട്ടിയാൽ ഏറ്റവും കൂടുതൽ മുഹരിമായിരിക്കുക മദീനയിൽ നിന്ന് പോകുമ്പോൾ ആയിരിക്കും. കാരണം മദീനയിലെ ഇഹ്റാം വളരെ ദൂരമാണ്. 400 കിലോമീറ്റർ അടുത്ത് നമുക്ക് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകാനുണ്ട്. അതാണ് ഏറ്റവും ദൂരെയുള്ള മീഖാത്ത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് പറയുന്നു വലി അഹ്ലി ഷാമി അൽ ജുഹ്ഫ, ഷാമുകാർക്ക് ജുഹ്ഫയിലാണ് ഉള്ളത്. ഷാമുകാർക്ക് ജുഹ്ഫയാണ്. ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയയും ഫലസ്തീനും ജോർദാനും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശത്തിനാണ് ഷാം എന്ന് പറയുന്നത്. ഷാമുകാർക്കുള്ള ജുഹ്ഫയാണ്. അത് ഒരു പഴയ ഗ്രാമമാണ്. പിന്നീട് ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ആ ഗ്രാമം ഒന്നാകെ നശിച്ചുപോയി. പിന്നീട് അതിനടുത്തുള്ള റാബിഗ് എന്ന് പറയുന്ന സ്ഥലമാണ് അതിന്റെ ബദീലായി, അതിന് പകരമായിട്ട് നിശ്ചയിച്ചത്. കാരണം അതേ ഏരിയയിൽ തന്നെ നിശ്ചയിക്കുക എന്നുള്ളതാണ്, അതിന്റെ അതേ ഭൂപ്രകൃതിയിൽ തന്നെയുള്ള സ്ഥലങ്ങളിൽ നിശ്ചയിക്കുക എന്നുള്ളതാണ്. സഹാബികൾ അങ്ങനെ ചില ഖിയാസ് ചെയ്തുകൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് വലി അഹ്ലി നജ്ദിൻ ഖർനൽ മനാസിൽ, നജ്ദുകാർക്ക് ഖർനുൽ മനാസിലാണ്. നജ്ദുകാർ എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിൽ റിയാദ് ഭാഗമുള്ള ആളുകൾ, അതുപോലെ ഗൾഫ് കൺട്രീസ് ഒക്കെ വരിക, ഖത്തർ ആകട്ടെ കുവൈത്ത് ആകട്ടെ, ആ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ആളുകളും അവരുടെ മീഖാത്ത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് എന്താണ്, ഖർനുൽ മനാസിൽ എന്ന സ്ഥലമാണ്. വലി അഹ്ലിൽ യമൻ യലംലം, യമൻകാർക്ക് യലംലം എന്ന് പറയുന്ന പ്രദേശമാണുള്ളത്. അപ്പൊ ഇന്ത്യക്കാർക്ക് അത് നമ്മൾ നടന്നാണ് പോകുന്നതെങ്കിൽ നമുക്കതൊരു മീഖാത്തായിട്ട് മാറും, അല്ലെങ്കിൽ അങ്ങനെ വാഹന മാർഗമാണ് പോകുന്നതെങ്കിൽ അങ്ങനെ മാറും. പക്ഷെ നമ്മളത് വിമാനത്തിൽ പോകുമ്പോൾ നമ്മൾ ആ മീഖാത്ത് ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ഇത്രയുമാണ് ഈ 4 മീഖാത്തുകളാണ്. ദുൽ ഹുലൈഫ, ജുഹ്ഫ, ഖർനുൽ മനാസിൽ, അതുപോലെ തന്നെ യമൻകാർക്കുള്ള യലംലം. ഈ 4 മീഖാത്തുകളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് പറയുന്നു, പിന്നീട് വേറെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഇറാഖുകാർക്ക്, അപ്പൊ ഈ പ്രദേശത്ത് വരാത്ത ആളുകളാണ് ഇറാഖുകാർ, ഇറാഖുകാർക്ക് സാത്തു ഇർഖ് എന്ന് പറയുന്ന ഒരു മീഖാത്താണ് അവർക്കുള്ളത്. അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അബൂദാവൂദ് റഹിമുള്ള റിവായത്ത്, നസായി റിവായത്ത് ചെയ്ത ഹദീസുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 5 മീഖാത്തുകൾ അതിനുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇറാഖുകാർക്ക് സാത്തു ഇർഖ് എന്ന് പറയുന്ന മീഖാത്താണ് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ ഇവിടെ പറയുന്നത് ലഹുന്ന വലിമൻ ഹുന്ന ലഹുന്ന വലിമൻ അത അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന, അതായത് ആ നാട്ടുകാരല്ലെങ്കിലും അതേ സ്ഥലത്തൂടെ വരുന്ന ആളുകൾക്ക് ആ മീഖാത്ത് മതി. ഉദാഹരണത്തിന് ജോർദാൻ ഒരാൾ മദീന വഴിയാണ് വരുന്നത് എന്ന് വിചാരിക്കുക. മദീന വഴിയാണ് ഒരാൾ ജോർദാനിൽ നിന്ന് വരുന്നത് എന്ന് വിചാരിക്കുക. അവർക്ക് നേരെ വരാനുള്ള വേറെ വഴിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷാമുകാരുടെ വഴിയുണ്ട്. ഒരാൾ അങ്ങനെ വരുന്നില്ല, ഒരാൾ മദീന വഴിയാണ് വരുന്നത്. അയാൾ മദീനക്കാരനല്ലെങ്കിലും മദീന വഴി വരുമ്പോൾ അവർക്ക് മദീനക്കാരുടെ മീഖാത്ത് മതി. മദീനക്കാരുടെ മീഖാത്ത് മതി. യമനിലുള്ള ഒരാൾ, അയാൾ വേറൊരു വഴി ചുറ്റിയിട്ട് മദീന വഴിയാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾക്ക് യലംലമിലേക്ക് പോകേണ്ടതില്ല. മറിച്ച് മദീനക്കാരുടെ ഒപ്പം എത്തിയാൽ, മദീനയിലെത്തിയാൽ മദീനക്കാരുടെ മീഖാത്ത് മതി എന്നാണ് പറഞ്ഞത്. മദീനക്കാരുടെ മീഖാത്ത് മതി. അത് റിയാദിലുള്ള ഒരാൾ നേരെ പോവുകയാണെങ്കിൽ അവർക്ക് സൈലുൽ കബീർ ആയിരിക്കും ഉണ്ടാവുക. ഖർനുൽ മനാസിൽ എന്നറിയപ്പെടുന്ന സൈലുൽ കബീർ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ അയാൾ മദീന വഴിയാണ് പോകുന്നതെങ്കിൽ ആദ്യം മദീനത്തേക്ക് പോയി എന്നിട്ടേ പോകുന്നുള്ളൂ. അതല്ലാതെ ത്വായിഫ് വഴി ടച്ച് ചെയ്ത് പോകുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് മദീനക്കാരുടെ ദുൽ ഹുലൈഫയിൽ നിന്നായിരിക്കും ചെയ്യുക. അതാണ് ഹുന്ന ലഹുന്ന വലിമൻ അതാ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന, ആ നാട്ടുകാരല്ലെങ്കിലും അത് തന്നെയാണ്, അതിലൂടെ പോകുന്ന ആളുകൾക്കെല്ലാം എന്തുള്ളത്, അത് തന്നെയാണ് അവരുടെ മീഖാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അടുത്തൊരു കാര്യം പറയുന്നു, മിമ്മൻ അറാദൽ ഹജ്ജ ഔൽ ഉംറ, ഹജ്ജ ഉംറ ഉദ്ദേശിച്ച ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് പോകേണ്ടത്. മീഖാത്തിൽ പ്രവേശിച്ച് ഇഹ്റാമിലായി പോകേണ്ടത് ആർക്കാണ്? മിമ്മൻ അറാദൽ ഹജ്ജ ഔൽ ഉംറ,
അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരാൾ മക്കയിലുള്ള തൻ്റെ ഒരു സഹോദരനെ കാണാൻ പോവാണ്, അല്ലെങ്കിൽ മക്കയിലൊരു കച്ചവട ആവശ്യത്തിന് അല്ലെങ്കിൽ ജോലിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ്, അയാൾ ഉംറ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാവുന്നതാണ്? ഇഹ്റാമിൽ പ്രവേശിക്കാതെ തന്നെ അയാൾക്ക് അത് പോകാവുന്നതാണ്. കാരണം ഇത് ആർക്കേ പറഞ്ഞിട്ടുള്ളൂ? മിമ്മൻ അറാദൽ ഹജ്ജ അവൽ ഉംറ, ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു പോകുന്ന ആൾ. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പോവാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ യലംലം ഒന്നും കിട്ടുകയില്ല, അത് കിട്ടുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് എത്തുന്നതിന്റെ 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ഒക്കെ മുമ്പായിരിക്കും, ഏകദേശം അങ്ങനെയാണ് വരിക. അപ്പോഴായിരിക്കും നമ്മൾ മീഖാത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരാൾ ജിദ്ദയിൽ ഒരു ജോലി ആവശ്യത്തിന് പോവാണ്, ജോലി ആവശ്യത്തിന് വേണം ജിദ്ദയിൽ നിന്നും ഒരാൾ ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി തിരിച്ച് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അയാൾ ഉംറയോ ഹജ്ജൊന്നും ഉദ്ദേശിക്കുന്നില്ല, അയാൾ തിരിച്ച് ലീവ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോകുന്നു, ജോലിക്ക് കയറാൻ വേണ്ടി പോകുന്നു. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൽ പ്രവേശിക്കൽ അയാൾക്ക് എന്തില്ല, നിർബന്ധമില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉംറയും ഹജ്ജൊക്കെ ഉദ്ദേശിച്ചൊരു യാത്ര സൗദി അറേബ്യയിലേക്ക് പ്ലാൻ ചെയ്യാം. ഉംറയും ഹജ്ജ് അല്ലെങ്കിൽ ഉംറ നമ്മൾ ഉദ്ദേശിക്കുകയാണ്, സൗദി അറേബ്യയിലേക്ക് പ്ലാൻ ചെയ്യുന്നു. നമ്മൾ ജിദ്ദയാണ് നമ്മുടെ എയർപോർട്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിൽ സൗദിയിലേക്ക് പോകുമ്പോൾ തന്നെ ഉംറ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇഹ്റാമിലായിട്ടേ നമ്മൾ ജിദ്ദയിൽ ഇറങ്ങാവൂ. കാരണം ജിദ്ദയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ഇഹ്റാമിന്റെ മീഖാത്തിന്റെ പരിധി നമ്മൾ കടന്നിട്ടുണ്ടാകും, മീഖാത്തിന്റെ പരിധി കടന്നിട്ടുണ്ടാകും. അപ്പൊ നമ്മുടെ ഉംറയോ ഹജ്ജോ ഉദ്ദേശിച്ചിട്ടാണ് ഒരാള് നമ്മുടെ മീഖാത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ഇഹ്റാമിലായിട്ട് മാത്രമേ പ്രവേശിക്കാവൂ. ഈ കാര്യം ശരിക്ക് മനസ്സിലാക്കുക, ഈ കാര്യം ശരിക്കും മനസ്സിലാക്കുക. അതാണ് മിമ്മൻ അറാദൽ ഹജ്ജ വൽ ഉംറ. എന്നാൽ ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അതുപോലെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഒരാൾ ജീവിതത്തിൽ ഇന്നും ഒരു ഉംറയും ഹജ്ജും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഒന്നാമത്തെ ഹജ്ജാണ് എങ്കിൽ അയാൾ മക്കത്ത് പ്രവേശിക്കുമ്പോൾ എന്തായാലും ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കണം. കാരണം അയാൾ അത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അയാൾ ഫസ്റ്റത്തെ ഹജ്ജ് ആണെങ്കിൽ അയാൾ മക്കത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായാലും ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് തന്നെ ആയിരിക്കണം അയാൾ ഉംറ പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഹജ്ജ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പറയുന്നു വമൻ കാന ദൂന ദാലിക ഫമിൻ ഹൈസു അൻഷ. ഇപ്പോൾ ഈ മീഖാത്തിന്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും. മക്കൾക്ക് ചുറ്റുമാണ് ഈ മീഖാത്തുകൾ. മക്ക ലോകത്തിന്റെ തന്നെ നടുവിലുള്ള സ്ഥലമാണ്. മക്കൾക്ക് ചുറ്റുമാണ് ഈ മീഖാത്തുകൾ ഉള്ളത്. ഒരു ഗോളാകൃതി വൃത്താകൃതിയിലൊന്നുമല്ല, പല രൂപത്തിലാണുള്ളത്. മദീനയുടെ മീഖാത്ത് വളരെ ദൂരെയാണ്, തൊട്ടടുത്തുള്ള മീഖാത്ത് ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ ചില ആളുകളുണ്ടാവും മദീനയുടെയും മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും, മദീനയുടെയും മക്കയുടെ ഇടയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കർനുൽ മനാസിലിന്റെയും മക്കയുടെയും ഇടയിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. ഷറായ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്താൽ മതി? ഫമിൻ ഹൈസു അൻഷ, അവിടുന്ന് എവിടുന്നാണോ പുറപ്പെടുന്നത് അവിടുന്ന് തന്നെ മതി. അവർ തിരിച്ച് അവരുടെ ബാക്കിലേക്ക് പോകേണ്ടതില്ല. ഉദാഹരണത്തിന് ജിദ്ദയിൽ താമസിക്കുന്ന ഒരാൾ, ജിദ്ദയിൽ താമസിക്കുന്ന ആളാണ്, ജോലി ചെയ്ത് താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജിദ്ദയിലുള്ള ഒരു അറബിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ബാക്കിലേക്കുള്ള ഏതെങ്കിലുമൊക്കെ മീഖാത്തിലേക്ക് പോകേണ്ടതില്ല, റാബിഗിലേക്ക് പോകേണ്ടതില്ല, അതല്ലെങ്കിൽ ഇനി ദുൽഹുലൈഫയിലേക്ക് പോകേണ്ടതില്ല, അല്ലെങ്കിൽ കർനുൽ മനാസിലേക്ക് ഒന്നും പോകേണ്ടതില്ല. മറിച്ച് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്താൽ മതി. കാരണം അയാൾ മീഖാത്തിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് പെടുന്ന ആളാണ്, മീഖാത്തിന്റെ ഉള്ളിലുള്ള സ്ഥലത്ത് പെടുന്ന ആളാണ്. ഹത്ത അഹ്ലു മക്കത്ത മിൻ മക്ക, മക്കാരാണെങ്കിലും മക്കയിൽ നിന്ന് തന്നെ. പക്ഷെ ഇവിടെ ഒരു തഫ്സീലുണ്ട്, മക്കാരാണെങ്കിലും മക്കയിൽ നിന്ന് തന്നെ എന്ന് പറയുന്നത് ഹജ്ജിനാണ്. ഹജ്ജിന് മക്കത്തെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇഹ്റാമിലേക്ക് മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. മക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ മീഖാത്തിലേക്ക് പോകേണ്ടതില്ല, മക്കത്ത് തന്നെയാണ് ഇഹ്റാം ചെയ്യുക. നമ്മൾ ഇനി ഹജ്ജിന് പോയാലും നമ്മൾ അവിടെ മുഖീമകളായി മാറി, 4 ദിവസത്തിലധികം അവിടെ താമസിക്കും, മുഖീമകളായി മാറി. മക്കയിലുള്ള ഹോട്ടൽ റൂമെന്ന് വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ മീഖാത്തിലേക്ക് പോകേണ്ടതില്ല. ആയിഷ പള്ളിയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കർനുൽ മനാസിലേക്കോ തായിഫിലേക്കോ ഒന്നും പോകേണ്ടതില്ല. ഹജ്ജ് ചെയ്യുന്ന ആള് എന്ത് ചെയ്യും? മീഖാത്ത് നിന്ന് പോകാതെ മക്കയിൽ നിന്ന് തന്നെയാണ് ചെയ്യുക. എന്നാൽ ഉംറ ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കാർക്ക് മക്കയുടെ ഏറ്റവും പുറത്തുള്ള, മക്കയിലുള്ള ഏറ്റവും പുറത്തുള്ള ഹറമിന്റെ പുറത്ത്, ഹറം പരിധിയുടെ പുറത്തേക്ക് പോകണം. അപ്പൊ ഹറം പരിധിയുടെ പുറത്തേക്കുള്ളതാണ് നമ്മൾ ഇന്ന് ആയിഷ പള്ളി എന്ന് കേൾക്കുന്ന ആ പള്ളി, മസ്ജിദ്. അപ്പൊ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ അവിടെ ഇഹ്റാം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് അതിന് പിന്നീട് ആ പേരിൽ ആ മസ്ജിദ് വന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി? മക്കാരനായ ഒരാൾക്ക് ഉംറ ചെയ്താൽ മതി. അപ്പൊ മക്കയിലുള്ള ഒരു വ്യക്തി ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ ഹറമിന്റെ ഏതെങ്കിലുമൊക്കെ, ഹറം പരിധികളുണ്ട്, ഹറമിന് ചുറ്റും ഹറമിന്റെ പരിധിയുണ്ട്, ആ പരിധിയുടെ അപ്പുറത്ത് പോയാൽ മതി. ആ മസ്ജിദ് തന്നെ പോകണമെന്നില്ല, കാരണം മസ്ജിദ് അങ്ങനെയുള്ള ഒരു മീഖാത്തല്ല, ഹറമിന്റെ പുറത്തെത്തി എന്നുള്ളൂ. മക്കാരുടെ മീഖാത്ത് എന്ന് പറയുന്നത് ഹറമിന്റെ പുറത്തെത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ പോയാലും മതി. ഇപ്പൊ ഒരാൾ കാർ എടുത്തിട്ട് ഹറമിന്റെ പരിധിയോടെയാണ് തുടങ്ങുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് പോയി,
അയാൾ ഇഹ്റാമിന്റെ വസ്ത്രമൊക്കെ ധരിച്ചു തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ അയാൾക്ക് മതി. അല്ലാതെ ആയിഷ പള്ളിയിൽ തന്നെ പോകണം എന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതാണ് സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം. അടുത്തൊരു ഹദീസ് കൂടി ഇതിനോട് ഉടനെ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അതിൽ കാരണം പുതിയൊരു ഫായിദ പറയുന്നില്ല, മറിച്ച് ഈ ഇഹ്റാം പ്രവേശിക്കല് അത് മീഖാത്തിൽ തന്നെ ചെയ്യണമെന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് എന്ന് അറിയിക്കുന്ന ഹദീസാണത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യുഹില്ലു അഹ്ലുൽ മദീനത്തി മിൻ ദുൽഹുലൈഫ, മദീനക്കാർ ദുൽഹുലൈഫയിൽ നിന്നും എന്ത് ചെയ്യണം? അവൻ ഇഹ്റാമിൽ പ്രവേശിക്കണം. വഅഹ്ലു ശാമി മിനൽ ജുഹ്ഫ, ഷാമുകാർ ജുഹ്ഫയിൽ നിന്നും. വഅഹ്ലു നജ്ദിൻ മിൻ ഖർൻ, അഹ്ലു നജ്ദ് ഖർൻ, അതായത് ഖർനുൽ മനാസിൽ നിന്നും. ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, വബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമുഹല്ലു അഹ്ലുൽ യമനി മിനൽ യലംലം, യമൻകാരുടെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് യലംലമിലാണ് എന്നും കൂടി പറയുന്നു. അപ്പൊ ഇതില് കഴിഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തായി നിശ്ചയിച്ചു, വഖത്തലന എന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധ ബാധ്യതയാണെന്നില്ല. ഇവിടെ യുഹില്ലു എന്നുള്ളത് ഒരു ഖബറിന്റെ മഅനയിലാണ്, പക്ഷെ അത് അമ്രാണ്, കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഇത് വാജിബാണ് എന്ന് കിട്ടും, വാജിബാണ്. അതുകൊണ്ട് തന്നെ ആ വാജിബ് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിലോ, ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനത്തിൽ വരും, വാജിബ് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആടിനെ ഇറക്കേണ്ടി വരും. ഒരാൾ ഇവിടുന്ന് ഹജ്ജ് ഉദ്ദേശിച്ചു, ഉംറ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കാം. ഹജ്ജിന് ഇപ്പം അങ്ങനെ തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല. ഉംറ ഉദ്ദേശിച്ച ഒരു വ്യക്തിയാണ്, അയാൾ നേരെ ജിദ്ദയിലേക്ക് പോയി ഇറങ്ങി, അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല. എന്ത് ചെയ്യും? ജിദ്ദയിൽ നേരെ അങ്ങ് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അയാൾ ആടിനെ ഇറക്കേണ്ടി വരും. അതല്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? തിരിച്ച് മീഖാത്തിലേക്ക് തിരിച്ചു വരാം. അതല്ലെങ്കിൽ അയാൾ അതിന് പകരം ഒരാടിനെ അറുത്ത് മക്കയിൽ വിതരണം ചെയ്യേണ്ടി വരും. കാരണം അവിടെ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിൽ ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ജിദ്ദയിലേക്ക് എത്തിയതിനു ശേഷമല്ല ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത്, അതിനു മുമ്പ് തന്നെ പ്രവേശിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ല, നമ്മൾ മറ്റു വല്ല ജോലി കാര്യത്തിനാണ് പോകുന്നത്, അതല്ലെങ്കിൽ മറ്റേ കച്ചവട കാര്യത്തിനാണ് പോകുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് സാധിക്കുമെങ്കിൽ നമ്മൾ പിന്നീട് ഒരു നിയത്ത് വെച്ച് ഉംറക്ക് പോകാനേ സാധ്യതയുള്ളൂ. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ അങ്ങനെ ഉദ്ദേശിക്കാൻ സാധിക്കില്ല, കാരണം നമുക്ക് യാതൊരു ഉറപ്പുമില്ലെങ്കിൽ നമ്മൾ ആ നിയത്ത് മനസ്സിലുണ്ടാവുകയില്ല. അത്തരക്കാരായ ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാതെ തന്നെ ജിദ്ദ എയർപോർട്ടിലേക്ക് ഇറങ്ങാവുന്നതാണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം പല ആളുകൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ് ജിദ്ദയിൽ എത്തിയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്, അത് നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിലുള്ള എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. അത് നിർബന്ധമായതുകൊണ്ടല്ല നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്ക് എയർപോർട്ട് ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഹ്റാമിൽ നിഷിദ്ധമാകുന്ന ഒരു കാര്യവും നമുക്ക് എയർപോർട്ടുകളിൽ, കോഴിക്കോടോ കൊച്ചി എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു എയർപോർട്ടിൽ നമുക്ക് നിർബന്ധ ബാധ്യതയാകുന്നില്ല. നമ്മൾ നേരത്തെ കൂടി ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ വിശാലമായൊരു സൗകര്യം വന്നു എന്ന് വിചാരിക്കുക, ഫ്ലൈറ്റിൽ സൗകര്യമുണ്ട്, ഒരാൾക്ക് മീഖാത്ത് എത്തുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറ്റി നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന സൗബും ഇട്ടിരിക്കുന്ന ജുബ്ബയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫ്ലൈറ്റിന്റെ അകത്തുനിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഒരു സൗകര്യം വന്നു എന്ന് വിചാരിക്കുക, എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നേരത്തെ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണമെന്ന് യാതൊരു ബാധ്യതയില്ല. കാരണം ഇഹ്റാമിലേക്ക് ആവേണ്ടത് എപ്പോഴാണ്? നമ്മുടെ മീഖാത്തിന്റെ മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുമ്പോഴാണ്. അത് നമുക്കറിയില്ല, അത് സൗദി എയർലൈൻസോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ ഫ്ലൈറ്റുകളാണെങ്കിൽ അവർ വിളിച്ചു പറയും, നിങ്ങൾ മീഖാത്ത് ഇതാ ക്രോസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കാൻ ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബൈക്ക് അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഉംറത്തനായിരിക്കും പറയാം, ഹജ്ജ് ചെയ്യുന്നവർ പോലും ഉംറ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. കാരണം ചില ആളുകൾക്ക് അറിയാതെ നിർബന്ധമാണെന്ന് വിചാരിക്കും. എത്രമാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തവാഫിൽ മാത്രം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ ആദ്യത്തെ തവാഫിൽ നമ്മളെ വലതേ ചുമല് വെളിവാക്കിക്കൊണ്ടുള്ള ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ഇത് ചിലപ്പോൾ ചില ആളുകൾ എയർപോർട്ടിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ ചെയ്തു പോകും. ചുമലൊക്കെ കാണിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് തന്നെ ചില ആൾക്കാർ അങ്ങനെ കെട്ടിയിട്ട് പോകുന്ന കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യരുത്. കാരണം ചുമൽ എപ്പോഴും മറക്കേണ്ട കാര്യമാണത്. ചുമൽ എപ്പോഴും മറക്കേണ്ടതാണ്. അത് അവിടെ എപ്പോൾ മാത്രമേ ഇത് ചെയ്യേണ്ടതുള്ളൂ? മക്കത്ത് എത്തിയിട്ട് ചെയ്യണോ? മക്കത്ത് എത്തിയിട്ടും ചെയ്യേണ്ടതില്ല. മക്കത്തൊക്കെ എത്തി നമ്മൾ റൂമിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി മത്താഫിലേക്ക് എത്തി ഹജറുൽ അസ്വദിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ വലത്തെ ചുമൽ തുറന്നിടുക എന്നുള്ളതാണ്. അത് തന്നെ എപ്പോൾ ഒഴിവാക്കേണ്ടതുണ്ട്? അത് 7 തവാഫ് കഴിഞ്ഞ് ഉടനെ ഒഴിവാക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ അതിനുശേഷം നിസ്കരിക്കുമ്പോഴും ഈ നിസ്കരിക്കുമ്പോൾ ചുമൽ മറക്കണം, നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ, സഈലും അങ്ങനെ തന്നെ. അയാൾ ഇനി ഇഹ്റാം എപ്പോഴാണ് ഒഴിവാകുന്നത് അപ്പം മാത്രം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അറിയാത്തതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് നമ്മൾ മക്കത്തെത്തി തവാഫ് ചെയ്യുന്നതിന് മുമ്പ് മാത്രമേ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ചുമൽ കാണിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഇഹ്റാമിന്റെ വസ്ത്രം നിർബന്ധമാക്കുന്നതും നമ്മൾ മീഖാത്ത് കടക്കുന്നതിന് മുമ്പാണ്. അതിനു മുമ്പ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഫ്ലൈറ്റിൽ
സൗകര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.